ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാഠങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ പാഠം മുഴുവനായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 8ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും അതുപോലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പാഠങ്ങളാണ് ഉള്ളതെന്നും നോക്കാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പാഠമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പാഠമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഓരോന്നും നന്നായി തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സമയത്തൊക്കെ വളരെയധികം എളുപ്പത്തിൽ തന്നെ മറ്റുള്ളത് റിവിഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതൊക്കെ നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പാർട്ട് 1 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത് 7 പാഠങ്ങളാണ്. ഒന്നാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്, ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതായത് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നതാണ് പാഠത്തിൻ്റെ പേര്. സെക്കൻഡ് ചാപ്റ്റർ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, അതായത് നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു പാഠമാണ്. തേർഡ് ചാപ്റ്റർ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, അതായത് എർത്തിൻ്റെ റൊട്ടേഷനെ കുറിച്ചും റെവല്യൂഷനെ കുറിച്ചിട്ടുമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പാഠമാണ്. ഫോർത്ത് ചാപ്റ്റർ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി, അതായത് അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എക്കോണമിയെ കുറിച്ചിട്ടും. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. സിക്സ്ത് ചാപ്റ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, അതായത് എന്താണ് വിഭവവിനിയോഗവും സുസ്ഥിരതയെ കുറിച്ചിട്ടും പറയുന്ന ഒരു പാഠമാണ് അതിനെ കുറിച്ചിട്ട്. ദെൻ സെവൻത് ചാപ്റ്റർ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്, അതായത് സോഷ്യൽ മീഡിയാസിനെ കുറിച്ചും സാമൂഹിക പ്രതിഫലനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പാഠത്തിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസ്, നോട്ട്സ് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ്, ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങുന്നത് വായിക്കാം. ഇൻ ഏപ്രിൽ 1601 the English East India Company sent his first expedition to the East Indies. After some 18 months, its 4 ships, Ascensions, Dragon, Hector and Susan, had returned from the Sumatra and Java with a cargo mainly for പെപ്പർ. അതായത് ഏപ്രിൽ 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് കപ്പൽ വ്യൂഹവുമായിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അഷർ, ഡ്രാഗൺ, ഹെക്ടർ, സ്യൂസൻ എന്ന് പറയുന്ന 4 കപ്പലുകളും സുമാത്രയിൽ നിന്ന് ജാവയിൽ നിന്നും കുരുമുളക് അതായത് പെപ്പറിന് വേണ്ടിയിട്ട് മടങ്ങിയെത്തി എന്നതാണ് ഇവിടെ പറയുന്നത്. The success of this venture led to a second expedition by the same ships which left London in March 1604. അതായത് എന്താണ്, ഈ മടങ്ങിയെത്തിയപ്പോൾ അവർക്ക് വിജയം, സക്സസിനെ തുടർന്ന് വീണ്ടും അതേ കപ്പലുകൾ തന്നെ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ രണ്ടാമത്തെ ചാൻസുമായിട്ട് ജേണിയുമായിട്ട് അവർ പുറപ്പെട്ടു. Then on this return journey, Hector and Susan set off first, but Susan was lost at sea and Hector was rescued by Ascension and Dragon, with the most of the crew dead. In May 1606, the ship loaded with cargo of pepper, cloves and nutmegs reached England. The company made a profit of 95% of their invest. അതായത് എന്താ പറയുന്നത്, അപ്പോൾ അതിനുശേഷം അവർ മാർച്ചിൽ ആരംഭിച്ച ദൗത്യം മടക്കയാത്രയിൽ എന്താണ് ഹെക്ടറും സ്യൂസണും ആദ്യം പുറപ്പെട്ടത് അതായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്, സ്യൂസൺ എന്ന് പറയുന്നത് കടലിൽ വെച്ചിട്ട് അത് തകർന്നു പോയി. അതിന് പിന്നാലെ എന്താണ് അസെഷനും അതുപോലെ തന്നെ ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും എന്താണ് കടലിൽ സംഭവങ്ങളൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. കപ്പലിൽ കപ്പലിലുണ്ടായിരുന്ന ഒരുപാട് നാവികർ, അതായത് ഭൂരിഭാഗം ആളുകളും മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1606 മെയ് മാസത്തിൽ അവർ ഈ കുരുമുളക് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു, ജാതിക്ക അതൊക്കെ നിറച്ചിട്ടുള്ള കപ്പൽ എവിടേക്ക് എത്തി, ഇംഗ്ലണ്ടിലെത്തി. അതിൻ്റെ നമ്മുടെ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് എത്രയായിരുന്നു, 95% എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ,
After reaching above Ecot, do you see how English East India Company in England, which later conquered India, established trade links in eastern region including India? അതായത് എന്താ പറയുന്നത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള, അതായത് ഈസ്റ്റ് ഇന്ത്യൻസിൽ വ്യാപരമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് അവർ ഈ ട്രേഡ് പരിശ്രമങ്ങളുടെയൊക്കെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ലെറ്റ്സ് എക്സാമിൻ വാട്ട് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ട്രേഡ് ഇൻ സച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. യൂറോപ്യൻസ് ഹാഡ് എ ട്രേഡ് റിലേഷൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഫ്രം ദ ആൻഷ്യൻ ടൈം. അതായത് പണ്ട് കാലം മുതൽ യൂറോപ്പുകാർക്ക് ലോകത്തിലുള്ള പല ഭാഗങ്ങളുമായിട്ടൊരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഏഷ്യ വാസ് ഓൾസോ ഇൻക്ലൂഡിങ്. അതായത് ഇതിൽ ഏത് വിടും, നമ്മുടെ ഏഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു യൂറോപ്യക്കാരുടെ ആ ട്രേഡ് റിലേഷനിൽ. ദിസ് കണക്ഷൻ ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് എൻ ഈസ്റ്റ് വാട്ട് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് 15th century. അതായത് എന്താ പറയുന്നത്, അതായത് ഈ ബന്ധം അല്ലെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ആയപ്പോൾ എന്താണ് യൂറോപ്യത്തിൽ അവരെന്തുമാറി കിഴക്ക് ദിശയിലേക്കുള്ള ആ സമുദ്രപാതമൊക്കെ കണ്ടെത്തുകയും ഇതിന് കാരണമായിട്ട്, അതായത് എന്താ പറയുന്നത്, ദ മെയിൻ റീസൺ ഫോർ ദിസ് ആസ് ഫോളോ. എന്തുകൊണ്ടാണ് അവരങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതിന് പ്രധാന കാരണങ്ങൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചോദ്യങ്ങളായി വരും. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് എന്തായാലും കൃത്യമായിട്ടും പഠിക്കേണ്ടതാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ യൂറോപ്പ്, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അതായത് യൂറോപ്പിലെ ഷിപ്പിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ കപ്പലിൻ്റെ ആ യാത്ര ജേണിയും ഒക്കെ കൈവരിച്ചിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതിൻ്റെ പുരോഗതി ഉണ്ടായി. അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻ നോളജ് അബൌട്ട് ജിയോഗ്രഫി. അതായത് ജിയോഗ്രഫിയിൽ കൂടുതൽ വളർച്ചയുണ്ടായി. അതുപോലെ തന്നെ അഡ്വാൻസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. അതായത് കോമ്പസും അതുപോലെ തന്നെ മാപ്പ് മേക്കിംഗ് അതിനും ഉണ്ടായിട്ടുള്ള പുരോഗതിയൊക്കെയാണ് ഇതിനൊക്കെ കാരണം, ദിശകളിലൂടെ കണ്ടെത്തുന്നതിനുള്ള കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. then അടുത്ത പോയിന്റ് എന്താണ്, ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജ് പ്രൊവൈഡ്സ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. അതായത് പുതിയ ദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ എന്താണ് ഫിനാൻഷ്യൽ സമ്പത്തിനെ കുറിച്ചുമൊക്കെയുള്ള വോയേജസ്, സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്നു തന്നിട്ടുള്ള അറിവുകൾ. അതുപോലത്തെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിൽ നമ്മുടെ ഏഷ്യയിൽ ഉൽപ്പന്നങ്ങളുടെ സാധ്യത, കച്ചവടത്തിനായിട്ടുള്ള കുരുമുളക് അടക്കമുള്ള അങ്ങനെയുള്ള കച്ചവട സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും കോൺകോർഡ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. അതായത് തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കിയതുമൊക്കെയാണ് അവർ പുതിയ ദിശകളിൽ കണ്ടെത്തുന്നതിന് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും 4-5 പോയിന്റുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. Okay, then the Portuguese were the first European to reach India by sea. അതായത് ആദ്യമായി നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണ്. അവർ കടൽ മാർഗം വഴിയാണ് വന്നത്. വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആദ്യമായി ഇന്ത്യയിൽ എത്തിയിട്ടുള്ള പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. then കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചിഹ്നം വെച്ചിട്ടുള്ളത് അധിക വായനയാണ്. അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരാറില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തതെന്ന് മാത്രമാണ്. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിനും ഏഷ്യനും ഇടയിലുള്ള ഏറ്റവും വലിയൊരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതായത് അവരുടെ ആ ട്രേഡിന് വളരെയധികം ഇതൊരു വഴിയായിരുന്നു എന്ന് മാത്രം. ഇൻ 1453 the Turks captured this place with preventing further European trade. Using this hub, this forced the European to find an alternate route. അതായത് 1453 തുർക്കിക്കാർ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ ഇതുവഴിയുള്ള യൂറോപ്പിൻ്റെ ആ ട്രേഡ് റിലേഷൻ തടയുകയാണ് ചെയ്തത്. അതിനുശേഷം യൂറോപ്യൻകാർ പുതിയൊരു റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1.1 വാസ്കോ ഡ ഗാമ ജേർണി ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് വാസ്കോ ഡ ഗാമ പോർച്ചുഗീസിൽ നിന്ന് വന്നിട്ടുള്ള ആ ജേർണി, അതായത് യാത്രയുടെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം.
ടോപ്പിക് എന്താണ്? ദ വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. 1498 കോഴിക്കോടിന് അടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. ഹിസ് അറൈവൽ പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ്? അതായത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിൽ യൂറോപ്യൻ്റെ ആ ഒരു ഡൊമൈൻ, അതായത് ആധിപത്യത്തിന് വഴി തുറക്കുകയാണ് ചെയ്തത്. അറ്റ് ദാറ്റ് ടൈം കോഴിക്കോട് വാസ് റൂൾഡ് ബൈ സാമൂരിൻ ഡൈനാസ്റ്റി. ആ കാലത്ത് കോഴിക്കോട് ഒക്കെ ഭരിച്ചിരുന്നത് സാമൂതിരി എന്ന് പറയുന്ന രാജവംശം, ഡൈനാസ്റ്റി ആയിരുന്നു. ദ അറബ്സ് കൺട്രോൾ ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. അതായത് അറബികളായിരുന്നു കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു ഫോറിൻ ട്രേഡ്, വിദേശ ട്രേഡൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. ഓക്കെ, ദ സാമൂരിൻ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദ പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അതായത് എന്താണ്? അതായത് എന്താ പറയുന്നത്, ഈ പോർച്ചുഗീസുമായിട്ടുള്ള വ്യാപാരം അനുമതി നൽകണമെന്നുള്ള ആ ഒരു ആവശ്യം സാമൂതിരി ഒന്നും അംഗീകരിച്ചിരുന്നില്ല. ഓക്കെ, ആദ്യകാലത്തൊന്നും അത് അംഗീകരിച്ചിരുന്നില്ല. ഫോളോയിങ് ദസ് വാസ്കോ ഡ ഗാമ ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ ട്രേഡ് ഫ്രം ദെൻ കോലത്തിരി കിങ് ഓഫ് കണ്ണൂർ. ഹി ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ ആഫ്റ്റർ കളക്ടിങ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് പെപ്പർ. വാസ്കോ ഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ് വർത്ത് 60 times more than the cost of his journey. അതായത് എന്താ പറഞ്ഞത്? അതായത് സാമൂതിരി അവർ തമ്മിലുള്ള ട്രേഡിന് അനുമതി നൽകിയിരുന്നില്ല. അപ്പം അതിനെ തുടർന്നിട്ട് എന്തായി? അതായത് കണ്ണൂരിലുള്ള കോലോത്തിരി രാജാവിൽ നിന്നുള്ള ആ ഒരു ട്രേഡ് റിലേഷൻ വാസ്കോ ഡ ഗാമ നേടിയെടുത്തു. അതിനെ തുടർന്ന് കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം പോർച്ചുഗീസുകാർ ശേഖരിച്ചിട്ടാണ് അതിനുശേഷം അവർ പോർച്ചുഗീസിലേക്ക് മടങ്ങിയിട്ടുള്ളത്. അവരുടെ ആ യാത്രക്ക് ചെലവായ രൂപയുടെ 60 times മൂല്യമുള്ള ചരക്കുകളാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ യാത്ര എന്ന് പറയുന്നത് ഒരു നല്ല ലാഭം തന്നെയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ദെൻ ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്കൊന്ന് വായിക്കാം. ദ ഷിപ്പ് ഓഫ് വാസ്കോ ഡ ഗാമ. അതായത് വാസ്കോ ഡ ഗാമയുടെ കപ്പലാണ്. വാസ്കോ ഡ ഗാമ ആൻഡ് ഹിസ് ക്രൂ റീച്ച്ഡ് ഇന്ത്യ വിത്ത് 3 ships നേംഡ്. ഏതാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഓക്കെ, അതായത് അവർ എത്തിച്ചേർന്നിട്ടുള്ള കപ്പലുകളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ പ്രോഫിറ്റ് ജനറേറ്റ് ഇൻ ദിസ് ജേർണി എൻകറേജ് ദ പോർച്ചുഗീസ് ടു മേക്ക് സിമിലർ കൊമേഴ്ഷ്യൽ ട്രിപ്സ് ടു ഇന്ത്യ. അതായത് അവരുടെ യാത്രയിൽ ഉണ്ടായിട്ടുള്ള ആ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും അവരെ ട്രേഡിനായിട്ട് കച്ചവട യാത്ര നടത്തുവാൻ അവരെ പ്രേരിപ്പിച്ചു എന്നതാണ് അർത്ഥം. ദ സാമൂരിൻ ഡിഡ് നോട്ട് ഗീവ് ദ പോർച്ചുഗീസ് എ മോണോപ്പൊളി ഇൻ ട്രേഡ്. അതായത് എന്താണ്? അതായത് സാമൂതിരിക്കാർ പോർച്ചുഗീസുകാർക്ക് ഒരു ട്രേഡ് വ്യാപാര തുക നൽകിയിരുന്നില്ല. ഓക്കെ, അതായത് This led to the conflict between Samorin and Portuguese. അതായത് ഇതെന്താണ്? പോർച്ചുഗീസുകാരുമായിട്ടുള്ളൊരു ശക്തമായ എതിർപ്പിന് ഉണ്ടായി എന്നാണ്, സംഘർഷങ്ങളൊക്കെ ഉടലെടുത്തു എന്നതാണ് പറയുന്നത്. Okay, then the Portuguese has to be faced stiff resistance from Kunnali Marakkar, who were the naval chief of the Zamorin. After the era Kunnali Marakkar, the Portuguese did not face much threat from the India. അതായത് അവർക്ക് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായി. അതിനുശേഷം എന്താണ്? സാമൂതിരിയുടെ നായകൻ, തലവൻ എന്ന് പറയുന്ന ആളാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അവരിൽ നിന്നായിട്ടാണ് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം, അതിനുശേഷം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ടുള്ള ത്രിട്ടൻ, അതായത് ഭീഷണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞാലി മരക്കാർ ആരാണെന്ന് നോക്കാം. കുഞ്ഞാലി മരക്കാർ protect the Zamorin and the western coast from the attack of Portuguese. അതായത് പോർച്ചുഗീസുകാരുടെ ആ ആക്രമണത്തിൽ നിന്ന് സാമൂതിരികളെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള പശ്ചിമ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന വ്യക്തി. കുഞ്ഞാലി മരക്കാർ വാസ് ദ ഡെസിഗ്നേഷൻ. അതായത് എന്താണ്? അതൊരു കുഞ്ഞാലി മരക്കാർ എന്നൊരു സ്ഥാനപ്പേരാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരല്ല. 4 people have occupied this position at different times. 4 ആളുകൾ പല സമയങ്ങളിലായിട്ട്, വ്യത്യസ്ത കാലങ്ങളിലായിട്ട് ഈ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ഓക്കെ,
Kunnali III defeated the Portuguese and captured Fort Chaliam. Kunnali IV was executed by Portuguese in Goa. With the fall of Kunnalis, the decline of Zamorin also began. അതായത് വ്യത്യസ്ത കാലങ്ങളിൽ പല ആളുകൾ ഭരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ആ സ്ഥാനത്തെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി III ആണ്. അതുപോലെ തന്നെ കുഞ്ഞാലി IV പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. കുഞ്ഞാലിമാരുടെ ആ ഒരു കാലശേഷം സാമൂതിരികളുടെ ഭരണവും അവസാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ മലയാളം നെയിംസ് ഓഫ് ദ തിങ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായതിനു ശേഷം അതിൻ്റെ മലയാളം പേരാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ടേബിൾ എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുക? മേശ എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ രണ്ടാമത്തേത് എന്താണ്? കസാര, ചെയറാണ്. അപ്പോൾ നമ്മൾ ചെയർ, കസാര എന്ന് എഴുതാം. അതുപോലെ തന്നെ മൂന്നാമത്തേത് അലമാറ. അപ്പോൾ അൽമിറ എന്നാണ് നമ്മൾ എഴുതുമ്പോൾ എഴുതുക ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ അലമാറ എന്ന് എഴുതാം. then അടുത്തത് എന്താണ്? പെന്നാണ്. അപ്പോൾ പെന്ന്, പേന എന്നാണ് നമ്മൾ പറയുന്നത്. then അടുത്തത് എന്താ? വിൻഡോ ആണ്, അതായത് ജനൽ എന്നൊക്കെ പറയുന്നത്. then അടുത്തത് എന്താണ്? ചാക്കാണ്, അതായത് സാക്ക് എന്നാണ് നമ്മൾ എഴുതുക. പറയുമ്പോൾ നമ്മൾ ചാക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. then അടുത്തത് എന്താ പറയുന്നത്? ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ പോർച്ചുഗീസ് resulted in Malayalam receiving these words from the Portuguese language. അതായത് നമ്മൾ ഈ ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഈ പോർച്ചുഗീസുകാരും തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട്, അതിൻ്റെ ഒരു ഫലമായിട്ട് എന്താണ്? പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് നമുക്ക് ഈ പദങ്ങളെല്ലാം മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഭാഷകളൊക്കെ നമുക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്? മാനുവൽ കോട്ടയുടെ ഒരു പാർട്ടാണ് ആ ചിത്രം എന്ന് പറയുന്നത്. 1.3 നമുക്ക് നോക്കാം. പോർച്ചുഗീസ് ഭാഷയിൽ നിന്നിട്ട് ലാംഗ്വേജിൽ നിന്ന് മലയാളം വേർഡ്സ് ലഭിച്ചത് ഏതൊക്കെയാണെന്ന്. കാഷ്യൂ, അതായത് നമ്മുടെ കാഷ്യൂ, പറങ്കിമാവ് എന്ന് പറയുന്നത് കശുമാങ്ങ, അതാണ് കാഷ്യൂ ട്രീ എന്ന് പറയുന്നത്. ആ വാക്ക് പപ്പായ, ഗുവ, അതായത് പേരക്ക ആൻഡ് പൈനാപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ പറഞ്ഞുള്ള പപ്പായ, അതിപ്പോൾ പേരക്ക, കശുമാങ്ങ, കാഷ്യൂ ട്രീ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പോയിൻ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4-5 പോയിന്റുകൾ എന്തായാലും കൂട്ടുകാർ പഠിച്ചിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, അതായത് ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള യൂറോപ്യൻ്റെ കോട്ട വന്നിട്ടുള്ളത് മാനുവൽ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടാണ്. അത് കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് നേരത്തെ പേജ് നമ്പർ 10 കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത പോയിന്റ് ആണ് ദ റീജിയൻ ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദമാൻ ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് പോർച്ചുഗീസ്. അതായത് കൊച്ചി, അതുപോലെ തന്നെ ഗോവ, ദമാൻ, ദിയു എന്നീ പറയുന്ന സ്ഥലങ്ങളെല്ലാം പോർച്ചുഗീസുകാരുടെ അവരായിരുന്നു അവിടെ എല്ലാം ഭരിച്ചിരുന്നത്. ദെൻ നെക്സ്റ്റ്, പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അതായത് അച്ചടിക്കുന്നത് കൂടുതലായിട്ട് പ്രചരിപ്പിച്ചത് അവരായിരുന്നു. ദെൻ അടുത്തത്, ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗം കളി വർ പോപ്പുലറൈസ്ഡ്. അതായത് ചവിട്ടുനാടകം അതുപോലെ തന്നെ മാർഗം കളി എന്നിവയെല്ലാം കലാരൂപങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ദെൻ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അതായത് യൂറോപ്യൻ രീതികളിലുള്ള കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ ആരംഭിച്ചത് അപ്പോഴാണ്. ദെൻ അടുത്തത് എന്താണ്? ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ ദ വാർ ടാക്ടീസ് ആൻഡ് യൂറോപ്യൻ വെപ്പൻസ്. അതായത് യൂറോപ്യക്കാരുടെ ഈ പടക്കോപ്പ് എന്ന് പറയും, അതും അതുപോലെ തന്നെ അതിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, യുദ്ധമുറകളും എല്ലാം അവരായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതിനെല്ലാം ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു. ക്രിസ്ത്യൻ റിലീജിയൻ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വാസ് സ്റ്റാർട്ടഡ്. അതായത് ക്രൈസ്തവ മതപഠനം, അതായത് അതൊക്കെ എന്താണ് ആരംഭിച്ചത് ആ കാലത്തായിരുന്നു. then ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതായത് ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് പോർച്ചുഗീസ് കോണ്ടാക്ട് ഇൻ ഇന്ത്യ ഡിഫറെൻറ്റ് ഏരിയാസ്. അതായത് നമ്മളിത് പറഞ്ഞപ്പോൾ മനസ്സിലായി ഒരുപാട് ഏരിയകളിൽ അവരുടെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വോ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. ആദ്യമായിട്ട് ഫോർട്ട് ഉണ്ടാക്കിയതാണ് പൊളിറ്റിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ ദ റീജിയൻ ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദമാൻ ആൻഡ് ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് പോർച്ചുഗീസ്. അതും അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇതാണ്,
ആണെന്ന് പറയാം. then അടുത്തതാണ് അഗ്രികൾച്ചർ സെക്ടർ. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാഷ്യൂ ട്രീ, പപ്പായ, ഗുവ ആൻഡ് പൈനാപ്പിൾ were introduced. then അടുത്തത് എന്താണ്? നോളജ്, അതായത് വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? നോളജ് സെക്ടർ. പ്രിന്റിംഗ് ടെക്നോളജി were popularized. Christian religion education centers were started. Training was given in the war tactics and European weapons. അതൊക്കെയാണ്. then അടുത്തത് കൾച്ചറൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗം കളി were popularized. European style of construction was started. അപ്പോൾ ഓരോന്നിനും നമ്മൾ പഠിക്കണം. നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? അതായത് ഇപ്പം പോർച്ചുഗീസുകാരെ കുറിച്ച് ഫുള്ള് പഠിച്ചു. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചിട്ടാണ്. ദ യൂറോപ്യൻ ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് വർ ഫ്രം ഹോളണ്ട്, നെതർലാൻഡ്സ്. അതായത് പോർച്ചുഗീസുകാരെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ ആരായിരുന്നു? നെതർലാൻഡ്സുകാരായിരുന്നു. അവരായിരുന്നു വന്നിട്ടുള്ളത്. They are known as the Dutch. അപ്പോൾ അവരെയാണ് നമ്മൾ ഡച്ച് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ് ആൻഡ് ചിൻസുറ were the major trading centers of the Dutch in India. അതായത് ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുറ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. The Dutch defeated the Portuguese in their competition for monopoly in trade. അതായത് കച്ചവടത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ഡച്ചുകാരെന്ത് ചെയ്തു? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അവരുടെ ഒരു കച്ചവടമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ. അതായത് കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത് എന്താ? In 1741 മാർത്താണ്ഡവർമ്മ who ruled Travancore clashed with the Dutch at കുളച്ചൽ near കന്യാകുമാരി. അതായത് 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള ഏതാ സ്ഥലം? കുളച്ചൽ എന്ന സ്ഥലത്ത് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഡച്ചുകാരും തമ്മിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ചെറിയ ഏറ്റുമുട്ടൽ സംഘർഷമുണ്ടായി. With the defeat of this war, Dutch lost their supremacy in India. അതായത് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള ഒരു ആധിപത്യം എന്ന് പറയാം അത് എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. This was the first battle in which a European power lost to an India. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്ത്യയിൽ അതായത് യൂറോപ്യൻകാരുടെ ഒരു പവർ, ഒരു ശക്തി എന്ത് ചെയ്ത് ഭരണാധികാരികളോട് പരാജയപ്പെട്ടിട്ടുള്ള ആദ്യ യുദ്ധമായിരുന്നു എന്ത്? ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത്. ദെൻ ഹിയർ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ 1.4 കുളച്ചൽ വാർ മെമ്മോറിയൽ. അതായത് അവരുടെ യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം എന്ന രീതിയിലുള്ള ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് എന്ത് പറയുന്നത്? ഹോർട്ടൂസ് മലബാറിക്കസ്. എന്താണ് ഹോർട്ടൂസ് മലബാറിക്കസ്? അതായത് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദറ്റ് ഈസ് ദ വർക്ക് ഹോർട്ടൂസ് മലബാറിക്കസ്. അതായത് അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ, സംഭാവനയാണ് എന്ത്? ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു വർക്ക്. ഇൻഫോർമേഷൻ അബൌട്ട് 742 മെഡിക്കൽ പ്ലാന്റ്സ് ഓഫ് കേരള ഈസ് പ്രസൻറ്റഡ് ഇൻ ദിസ് ബുക്ക്. അതായത് ഈ ബുക്കിൽ 742 ഔഷധങ്ങൾ, അങ്ങനത്തെ പ്ലാന്റ്സുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹെൻഡ്രിക് ആരാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹെൻഡ്രിക് വാൻഡ്രീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത്? ദ ഡച്ച് ഗവർണർ വാസ് ദ കംപ്ലീറ്റർ ഓഫ് ദിസ് വർക്ക്. E.T. അച്യുതൻ ആൻഡ് ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീഷണർ ഹെൽപ്ഡ് ഹിം ഇൻ ദിസ് കമ്പോസിഷൻ. അതായത് ആരാണ്? ഡച്ചിലെ ഗവർണറായിട്ടുള്ള ഹെൻഡ്രിക് വാൻഡ്രീഡ് ആണ് ഈ കൃതി രചിച്ചത് എന്ന് പറയാം നമുക്ക്. അദ്ദേഹത്തെ സഹായിച്ചതാണ് നമ്മുടെ E.T. അച്യുതൻ എന്ന് പറയുന്ന ഒരു മലയാളി വൈദ്യനായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ സഹായിച്ചത്. ഓക്കെ, ദെൻ അപ്പു ഭട്ട്. പിന്നെ ആരൊക്കെയാണ്? അപ്പു ഭട്ട്, അതുപോലെ തന്നെ രംഗഭട്ട്, വിനായക് ഭട്ട്.
ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കമ്പോസിഷൻ ഓഫ് ഹിസ് വർക്ക്. അതുപോലെ തന്നെ ഇവർ 3 പേരും അതിനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. അതായത് ആദ്യമായിട്ട് മലയാള അക്ഷരങ്ങൾ അച്ചടിച്ചിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ പുസ്തകമാണേത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. The work was translated into Malayalam and English by Dr. K.S. മണിലാൽ. അതായത് ഇത് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് അതായത് തർജ്ജമ ചെയ്തിട്ടുള്ളത് ആരാണ്? ഡോക്ടർ KS മണിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു E.T. അച്യുതൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. അതായത് മലയാളത്തിലൊരു വൈദ്യനായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. E.T. അച്യുതൻ വാസ് എൻ അക്കംപ്ലിഷ്ഡ് ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബോൺ ഇൻ എവിടെയാണ് ബോൺ ചെയ്തിട്ടുള്ളത്? അതായത് കടക്കരപ്പിള്ളി വില്ലേജ് ഇൻ ചേർത്തല താലൂക്ക് ഓഫ് ദ പ്രസൻറ്റ് ഡേ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇൻ എ ട്രഡീഷണൽ ഫാമിലി ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണർ. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന താലൂക്കിലുള്ള കടക്കരപ്പിള്ളി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബം എന്താണ് വൈദ്യന്മാരൊക്കെ ഉള്ള ജനിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? E.T. അച്യുതൻ എന്ന് പറയുന്ന വ്യക്തി. Then here is an activity. This is the picture from the Hortus Malabaricus. Identify the plant. അതായത് ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹോർട്ടൂസ് മലബാറിക്കസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അതായത് ചൂണ്ടപ്പാന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് അതിൻ്റെ ചിത്രം ശരിക്കും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ടീച്ചറോടോ അല്ലെങ്കിൽ നെറ്റിലോട്ടും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ ഫ്രഞ്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ച്. Next topic, the French. After the Dutch, the British, English and then French came to India for trade. അതായത് ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാർക്ക് ശേഷം പിന്നീട് വന്നത് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. The war fought between British and the French for dominance in South India are known as Carnatic War. അതായത് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ഇന്ത്യയിലുള്ള ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് വോർ ഇൻ ദിസ് ഡെലിക്സ്യൂസ് വാർ. അതായത് ബ്രിട്ടീഷുകാർക്കായിരുന്നു ഇതിൽ അന്തിമ വിജയം ഉണ്ടായിരുന്നത്. Then as a result, French dominance was reduced to Pondicherry, Yanam, Karaikal and Mahi. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് എന്തായത്? ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അതുപോലെ യാനം, കാരക്കൽ, മാഹി എന്ന പ്രദേശങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അതായത് ഫ്രഞ്ചുകാർക്ക് അധികമൊന്നും ചെയ്യാൻ ഇന്ത്യയിൽ സാധിച്ചില്ല എന്നർത്ഥം. അതായത് ആ കർണാട്ടിക് യുദ്ധത്തിൽ മറ്റ് ഇംഗ്ലീഷുകാരായിരുന്നു വിജയിച്ചത്. അതുകൊണ്ട് Then next, look at the given map and find the major centers under the control of Portuguese, Dutch and French. അതായത് ഈ മാപ്പ് നോക്കിയിട്ട് അതായത് ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എഴുതാനാണ്. അപ്പോൾ അതായത് ബ്ലൂ കളറിലുള്ളത് ഡച്ച്, ഗ്രീൻ കളറിലുള്ളത് ഫ്രഞ്ച്, ട്രയാങ്കിൾ റെഡ് കളറിലുള്ളത് പോർച്ചുഗീസ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ പോർച്ചുഗീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് എന്ന് പറയുന്നത് കൊച്ചി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? അതായത് ഗോവ, അതുപോലെ ദമാൻ, DU, അതൊക്കെയാണ് അവരുടേത്. then അടുത്തത് ഡച്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നാഗപട്ടണം, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് നമുക്ക് ഡച്ചിൽ ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നത്? ബറോച്ച്, ചിൻസുറ, നാഗപട്ടണം, അഹമ്മദാബാദ്, അതൊക്കെയാണ്. then അടുത്തത് ഫ്രഞ്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്, അവരുടെ അധീനത്തിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, അതുപോലെ തന്നെ പിന്നെ എവിടെയാണ് ഗ്രീന്? യാനം, കാരക്കൽ, മാഹി എന്നിവ സ്ഥലങ്ങളൊക്കെയാണ് അവരുടെ അധീനങ്ങളിൽ ഉള്ളത്. then ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കർണാട്ടിക് വാർ എന്നത് കൊടുത്തിട്ടുണ്ട്. ദ വാർ ഫൗണ്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ ആർ നോൺ ആസ് കർണാട്ടിക് വാർ. അതായത് ഇന്ത്യയിൽ ഫ്രഞ്ചും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തെയാണ് നമ്മൾ കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. ദിസ് ബാറ്റിൽ ടുക്ക് പ്ലേസ് ഇൻ ദ കർണാട്ടിക് റീജിയൻ വിച്ച് ഇൻക്ലൂഡ് എ മേജർ പോർഷൻ ഓഫ് ദ പ്രസന്റ് ഡേ തമിഴ്നാട് ആൻഡ് ദ കോസ്റ്റൽ ഏരിയ ഓഫ് സദേൺ ആന്ധ്രാപ്രദേശ്. ദ വേർബി കർണാട്ടിക് വാർ. അപ്പോൾ അതായത് എവിടെയാണ്? നമ്മുടെ ഇന്നത്തെ തമിഴ്നാട്ടിൻ്റെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തെ തെക്കൻ കോസ്റ്റൽ ഏരിയാസ് തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയിലാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. 3 കർണാട്ടിക് വാർ. അപ്പോൾ അതാണ് പറയുന്നത്. ഇതിന് അടുത്ത ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ഫ്രം ട്രേഡ് ടു പവർ. അതായത് ട്രേഡിൽ നിന്ന് പവറിലേക്ക്, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നാണ് അർത്ഥം.
We had discussed on the English East India Company at the beginning of this lesson. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. The English East India Company were established by British in 1600. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 അവരുടെ ഇത് ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറയാം നമുക്ക്. ഓക്കെ, വിത്ത് ട്രേഡ് ഏഷ്യയുമായിട്ടുള്ള അവരുടെ ഒരു കച്ചവട ബന്ധം ആരംഭിച്ചത് 1600 മുതലാണ്. The representatives of the company, Captain William Hawkins, obtained the permission from then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. അതായത് അവരുടെ ക്യാപ്റ്റനിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആര്? വില്യം ഹോക്കിൻസ് എന്ന് പറയുന്നത്. അവർ അന്നത്തെ നമ്മുടെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജഹാംഗീറിൽ നിന്നിട്ടുള്ള ഒരു അനുമതി നേടി. എന്തിന്? ഗുജറാത്തിലും സൂറത്തിലുമുള്ള ഒരു ട്രേഡിന് വേണ്ടി, ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു, അനുമതി നേടുകയുണ്ടായി. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതിനുശേഷം നമ്മുടെ കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ ഫാക്ടറികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഗെയിനിങ് ഡൊമിനൻസ് ഇൻ മദ്രാസ്, മുംബൈ, കൽക്കട്ട ആൻഡ് കമ്പനി ബിഗാൻ ടു ഇൻ്റർഫിയർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ടെറിട്ടറീസ്. അതായത് അതിനെ തുടർന്നിട്ട് അവരെന്ത് ചെയ്തു? മദ്രാസ്, മുംബൈ, അതുപോലെ തന്നെ കൽക്കട്ട എന്നീ സ്ഥലങ്ങളിലെല്ലാം അവരെന്ത് ചെയ്തു? ഓരോ കമ്പനികളൊക്കെ അവിടെ സ്ഥാപിച്ചു. അതിനുശേഷം അവരെന്ത് അഡ്മിനിസ്ട്രേറ്റ് ഭരണത്തിലും കൂടി ഇടപെടാൻ തുടങ്ങി. ഓക്കെ, the next paragraph. The British established a political dominance in India with the Battle of Plassey in 1757. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഡൊമിനൻസിലൊക്കെ സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? 1757 ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന യുദ്ധത്തിലാണ് അവർ സ്ഥാപിക്കുന്നത്, ആധിപത്യമൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങുന്നത്. Then the Nawab of Bengal, Sirajul Dowla, was defeated in this battle by the forces of the East India Company led by the Robert ക്ലൂ. അതായത് എന്താണ്? നമ്മുടെ ബംഗാളിലുള്ളായിരുന്ന നവാബിയുടെയും സിറാജുൽ ദൗളയുടെയും ഒക്കെ റോബർട്ട് ക്ലവിൻ്റെയും നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം എന്ത് ചെയ്തു? പരാജയപ്പെടുത്തത് എന്ന് പറയാവുന്നതാണ് നമുക്ക്. Then the conquest of Bengal helped the British to bring other parts of India under their control. Land taxes in agriculturally rich Bengal helped the British build up their military power and raise money to conquer the rest of the country. With the Battle of Buxar in 1764, the company acquired the right to collect taxes in the provinces Bihar, Bengal and Odisha. With that, East India Company administrative presence in India became strong. The British defeated the combined forces of Mughal ruler Shah Alam II, the Nawab of Shuja'ud-Dawla and Nawab of Bengal Mir Qasim in this battle. അതായത് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് എന്താ പറഞ്ഞവർ അവരുടെ സഹായത്തോടെ, അതായത് നമ്മൾ കുറച്ച് ആളുകളുടെ പറഞ്ഞു അവരാണിത് എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങൾ, പ്രദേശങ്ങളിലൊക്കെ ആധിപത്യത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ റിച്ച് ആയിട്ടുള്ള, കാർഷിക സമൃദ്ധമായിട്ടുള്ള ബംഗാളിലെ ഒരു സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ സൈന്യശക്തി മെച്ചപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്നിട്ട് എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി ഭാഗങ്ങളിലേക്കും അവരെന്താ ടാക്സൊക്കെ പണമൊക്കെ സ്വരൂപിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1764 ബക്സാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യുദ്ധത്തോടെയാണ് ഏതൊക്കെ? ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങളിലെല്ലാം നികുതി പിരിക്കാനുള്ള ആ ഒരു റൈറ്റ് എന്ത് ചെയ്തു? കമ്പനി സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അതോടെ എന്തുണ്ടായി? നമ്മുടെ ഇന്ത്യയിൽ അവർക്കൊരു ഭരണാധികാരം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൂടുകയാണ്, സ്ട്രെങ്തൺ ആവുകയാണ് ഉണ്ടായത്. നമ്മുടെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാം അലി സെക്കൻഡ് എന്നിവരും അതുപോലെ തന്നെ ആരാണ്? ഷുജാഉദ്ദൗല എന്ന് പറയുന്ന വ്യക്തിയും ബംഗാളിലെ ആരായിരുന്നു? നവാബുൽ ഖാസിം എന്നിവരും അവരുടെ ഒരു സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തോടെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അവരുടെ ഏകദേശം അവരുടെ ആ ഒരു ആധിപത്യം തുടർന്നു എന്നതാണ് ഇതിലൂടെ എല്ലാം പറയുന്നത്. then ഇവിടെ ഒരു ബോക്സിൽ ഡിസ്കസ് ഹൗ ദ കമ്പനി അറ്റൈൻ ദ ഡൊമിനൻസ് ഇൻ മദ്രാസ്, മുംബൈ, കൽക്കട്ട, ഇന്റർഫിയൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ടെറിട്ടറീസ്.
അതായത് നമ്മളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരെങ്ങനെയാണ് മദ്രാസ്, മുംബൈ, കൽക്കട്ട എന്നീ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ഡൊമിനൻസ്, ആധിപത്യം സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. then അടുത്തത് റോബർട്ട് ക്ലൈവ് പറഞ്ഞിട്ടുള്ളതാണ്. സെൻഡ് മീ 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാമെന്നാണ് റോബർട്ട് ക്ലൈവ് പറയുന്നത്. യു ഹാവ് റീഡ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ് ഹു ഹാവ് ബീൻ മിലിറ്ററി കമാൻഡർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വൈ ഡു യു തിങ്ക് ഹി കമാൻഡഡ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? എന്തുകൊണ്ടായിരിക്കും? ഡിസ്യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്, മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രമസി ഓഫ് ബ്രിട്ടീഷ്. അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ടുള്ള മിലിറ്ററി സൈനികയും അതുപോലെ തന്നെ ആ ടെക്നോളജിയും ഒക്കെ ആയതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി. അതായത് നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ കമ്പനിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വാസ് സബ്ജക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ വാർ ആൻഡ് ഡിപ്ലോമസി. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങൾ യുദ്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ പല നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തിയിരുന്നത്. The Anglo-Mysore War were fought between the southern princely state of the Mysore and English East India Company. അതായത് നമ്മുടെ നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മൈസൂരിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ത്? ആൻഗ്ലോ-മൈസൂർ വാർ എന്ന് പറയുന്നത്. ഓക്കെ. Then the Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son ടിപ്പു സുൽത്താൻ. അതായത് ആരാണ്? മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും അതുപോലെ തന്നെ അവൻ്റെ മകനുമായിട്ടുള്ള ടിപ്പു സുൽത്താനുമായിരുന്നു ഈ യുദ്ധം, അതായത് മൈസൂർ ഈ മിലിറ്ററികളെ നയിച്ചത് എന്ന് പറയുന്നത്. ദ കമ്പനി ആർമി ആൻഡ് ദ മൈസൂർ സുൽത്താൻ ക്ലാഷ്ഡ് 4 times. അതായത് 4 തവണ കമ്പനിയുടെ മിലിറ്ററി ആളുകളും അതുപോലെ തന്നെ മൈസൂർ സുൽത്താനുമാർ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. എത്ര വട്ടമാണ്? 4 തവണ. After Hyder Ali's death in 1782, the Tipu Sultan commanded the Mysore forces in the 4th Mysore War in 1799. Mysore fell and when Tipu Sultan was killed by the company forces. അതായത് എന്താണ്? അതായത് ഹൈദർ അലിയുടെ മരണശേഷം എന്താണ്? ടിപ്പു സുൽത്താന് വീണ്ടും മൈസൂർ സേനയെ നയിക്കുകയുണ്ടായി. അതിനുശേഷം 1799 4ാമത്തെ മൈസൂർ യുദ്ധം വാർ ഉണ്ടാവുകയും അതിനെ തുടർന്നിട്ട് ടിപ്പു സുൽത്താനെ വധിച്ചതോടെയാണ് പിന്നെ എന്ത് ചെയ്ത് മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനത്തിലായത്. അപ്പോൾ അവസാനം ടിപ്പു സുൽത്താൻ്റെ മരണത്തോടെയാണ് അവർക്ക് മൈസൂർ എന്ന് പറയുന്ന ആ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ടത്. The next paragraph, the Anglo-Martha Wars were fought between the English East India Company and the Martha King. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ മറാത്ത കിങ്ഡം രാജ്യവും തമ്മിൽ നടന്നിട്ടുള്ളതായിരുന്നു ആൻഗ്ലോ മറാത്ത യുദ്ധം എന്ന് പറയുന്നത്. അതായത് ആൻഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത് ആര് തമ്മിലാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ മറാത്ത രാജ്യവും തമ്മിൽ നടന്നിട്ടുള്ളൊരു യുദ്ധമാണ്. Then with the third Anglo-Maratha War, the Maratha territories came under the British rule. With the defeat of the Sikhs in the Anglo-Sikh War between ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് സിഖ് പഞ്ചാബ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അതായത് എന്താ പറയുന്നത്? അതായത് മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായി. അതായത് അവരായിരുന്നു പിന്നീട് അത് ഭരിച്ചിരുന്നത്. അതെങ്ങനെയാണ്? അതിനുശേഷം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ തന്നെ സിഖുകാർ തമ്മിൽ നടന്നിട്ടുള്ളതായിരുന്നു ആൻഗ്ലോ സിഖ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ സിഖുകാരുടെ പരാജയത്തോടെയാണ് എന്തുണ്ടായത്? പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനത്തിലായത്. അവർക്ക് ആ പവർ ലഭിച്ചത്. അപ്പോൾ ഇപ്പോൾ എവിടെയൊക്കെ കിട്ടി? അതായത് മൈസൂരിൽ ലഭിച്ചു, അതുപോലെ തന്നെ മറാത്തയിൽ ലഭിച്ചു, അതുപോലെ തന്നെ ഇവിടെ പഞ്ചാബിലും ലഭിച്ചു. 3 സ്ഥലങ്ങൾ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിട്ടുണ്ട്. അടുത്തതൊരു ആക്ടിവിറ്റിയാണ് പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡൊമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. അതായത് നിങ്ങളോട് ക്ലാസ്സിലൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കർണാട്ടിക് വാർ അതുപോലെ തന്നെ ആൻഗ്ലോ അതൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ ആക്കാവുന്നതാണ്. ഓക്കെ. The main of the
the aim of the British was to procure maximum wealth from the conquered territories. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് അവർ കീഴടക്കിയിട്ടുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി അവിടുത്തെ സമ്പത്തുകളൊക്കെ അവർ കൈക്കലാക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. The method adopted by them this include trade, tax collection and war. അപ്പോൾ ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കച്ചവടത്തിലും അതുപോലെ ടാക്സ്, നികുതി, അതുപോലെ തന്നെ എന്താണ് ടാക്സ് കളക്ഷൻ, അതായത് പിരിവ്, വാർ, യുദ്ധങ്ങളൊക്കെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ടാക്സ്, നികുതിയെ കുറിച്ചിട്ടുള്ള നയങ്ങൾ, പോളിസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാക്സ്, ദ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതായത് കുറച്ചെണ്ണം ഉണ്ട്. അത് റൈറ്റ്വാരി, മഹൽവാരി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. അത് ഉണ്ടായിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസയാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടഡ് പേഴ്സൺ, അതായത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തി ലോർഡ് കോർൺവാൾസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ ജമീന്ദാർസ് ഹു വർ ദ ലാൻഡ് ലോർഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ബ്രിട്ടീഷ്, അതായത് ജമീന്ദാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് നല്ല ഉയർന്നിട്ടുള്ള നിരക്കിലൊക്കെ നികുതിയൊക്കെ ആളുകളിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി. ദ ഫാമേഴ്സ് were required to pay a fixed amount as tax regardless the fluctuations in yield, അതായത് ഫ്ലക്ച്വേഷൻസ്, അതായത് വിളവുകളിലുള്ള ഏറ്റക്കുറച്ചിലുകളൊന്നും അവർക്ക് കണക്കാക്കാതെ, ഒന്നും അവർ പരിഗണിക്കാതെ എന്താണ് അവർക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ട് എന്താണ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ലാൻഡ് റവന്യൂ, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ള സിസ്റ്റം ആയിരുന്നു ഏത്? റോയ്റ്റ്വാരി സിസ്റ്റം എന്ന് പറയുന്നത്. അത് 1820 വന്നിട്ടുണ്ടായിരുന്നത്. അത് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ, അത് നടപ്പിലായിട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ചെക്കാനാണ്, ദക്ഷിണേന്ത്യൻ ചെക്കാൻ സ്ഥലങ്ങളിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നതൊക്കെ ആരൊക്കെയാണ്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്ന് പറയുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പെസൻസ് വേർ കൺസിഡർ ആസ് ലാൻഡ് ലോർഡ്സ്, അതായത് കർഷകരെ എന്തായാലും ലാൻഡ് ലോർഡ്സ് ആയിട്ടായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്, അതായത് ബ്രിട്ടീഷുകാർ ഫാർമേഴ്സിൽ നിന്ന്, കർഷകരിൽ നിന്ന് നേരിട്ടിട്ട് എന്താണ് പൈസ അല്ലെങ്കിൽ ആ നികുതി കളക്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദ ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹു ഫെയിൽഡ് ടു പേ ടാക്സ്, അതായത് ടാക്സ് കൊടുക്കാൻ കഴിയാത്ത കർഷകർക്ക് എന്ത് ചെയ്തു? അവരുടെ ഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അവർ അത് സ്വന്തമായിട്ട് ആ ഭൂമി അവർ കൈക്കലാക്കി എന്നതാണ് അർത്ഥം. ദെൻ അടുത്തൊരു സിസ്റ്റം ആയിരുന്നു എന്ത്? മഹൽവാരി സിസ്റ്റം. അത് ഉണ്ടായിട്ടുള്ളത് 1822 അത് ഉണ്ടായ പ്രദേശം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്. നോർത്ത് ഇന്ത്യയിൽ അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ, പഞ്ചാബിൽ എന്നിവയായിരുന്നു. അത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തി ആരാണ്? ഹോൾട്ട് മെക്കൻസി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? The village was treated as a unit and tax was collected, അതായത് ഒരു വില്ലേജിനെ ഒരു യൂണിറ്റ് ആയിട്ടായിരുന്നു അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. The village which defaulted in tax permit was annexed to British India. അതുപോലെ തന്നെ നികുതി അടക്കാൻ കഴിയാത്തവരുടെ ആ ഗ്രാമത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്നതാണ് പറയുന്നത്. ദെൻ അടുത്തത്, ലെറ്റ്സ് എക്സാമിൻ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ബൈ ദ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി ഈ ടാക്സിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള പൊതുവായിട്ടുള്ള എന്തൊക്കെ സവിശേഷതകളാണുള്ളത് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈ ടാക്സ് റേറ്റ്, നല്ല ഉയർന്നിട്ടുള്ള ടാക്സിൻ്റെ റേറ്റ് കൂടുതലായിരുന്നു. ഇനി എന്തൊക്കെയായിരുന്നു? അതുപോലെ തന്നെ നമുക്ക് പറയാം ബ്രിട്ടീഷുകാർ ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടായിരുന്നു 3 സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ 3 സിസ്റ്റത്തിലും ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഒരു ടാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് പറയാൻ കഴിയുന്ന എല്ലാത്തിൽ നിന്നും മെയിൻ ആയിട്ടുള്ള ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? With the introduction of the British tax system, farmers were be forced to take loans from the money lenders
സോ ആർ നോട്ട് ടു ലോസ് ദെയർ അഗ്രികൾച്ചർ ലാൻഡ്. അതായത് ഇങ്ങനെയുള്ളൊരു ലാൻഡ് റവന്യൂ സിസ്റ്റം ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നപ്പോൾ അതായത് ഫാമേഴ്സിന് എന്ത് ചെയ്തു, മണി ലെൻഡേഴ്സിൽ നിന്നിട്ട് പണം കടം വാങ്ങേണ്ട ഒരു അവസ്ഥ, വളരെ നിർബന്ധപൂർവ്വം കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ദിസ് റിസൾട്ട് ഇൻ ഫാമേഴ്സ് ഫാളിങ് ഇൻ ഡെപ്റ്റ് ട്രാപ്സ്. അതായത് ഇത് മൂലം എന്ത് ചെയ്തു, ഫാമേഴ്സ് ആകെ കടത്തിൽ പെടുകയാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. Then money lenders had the power to seize the land of these farmers. അതായത് മണി ലെൻഡേഴ്സിന് എന്താണ്ടായി, അവരുടെ ഈ ഫാമേഴ്സിൽ നിന്നുള്ള പണം അടക്കാണ്ട് ഉണ്ടായപ്പോൾ അവർക്ക് ആ ഭൂമി പിടിച്ച് വെക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭൂമിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Then the new legal system and the land tax system of the British encouraged money lenders. Instead of food crops, the British forced the farmers to grow cash crops such as indigo, cotton, which they are needed. അതായത് ഫുഡ് ക്രോപ്സിന് പകരം അവരോട് എന്താണ്, അതായത് ട്രേഡിന് വേണ്ടിയിട്ട്, വ്യാപാരത്തിന്, കച്ചവടത്തിന് വേണ്ടിയിട്ട് ഫുഡ് ക്രോപ്സ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്ത്, ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്നും അതിന് പകരം ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഇൻഡിഗോ, കോട്ടൺ അവർക്ക് ആവശ്യമുള്ള അതൊക്കെയാണ് അവരോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. ദ സ്പ്രെഡ് ഓഫ് ക്യാഷ് ക്രോപ്സ് ഓൾസോ ലെഡ് ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫുഡ് ക്രോപ്സിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ കുറവ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വിച്ച് ലെഡ് ടു ദ ഫുഡ് ഷോർട്ടേജ്. അങ്ങനെ എന്തായത്, ഫുഡ് കുറയുന്ന ഒരു അവസ്ഥയും അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഇൻക്രീസ് ദ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഹെൽപ്ഡ് ദ മണി ലെൻഡേഴ്സ് എക്സ്പ്ലോർട്ട് ദ ഫാമേഴ്സ്. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് എന്തായിരുന്നു, കൊമേഴ്സ്യലൈസേഷനെ കൊണ്ടിട്ട് മണി ലെൻഡേഴ്സ് വരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. After the harvest, the farmers were forced to sell agriculture products at whatever price they could get. അതായത് അവസാനം ഇങ്ങനെ ഹാർവെസ്റ്റ്, വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാർമേഴ്സ് കർഷകർ എന്ത് ചെയ്യണം, കിട്ടുന്ന വിലക്ക് ഈ കർഷകർ സാധനങ്ങളൊക്കെ വിൽക്കേണ്ട ഒരു അവസ്ഥയും വന്നു. അപ്പോൾ ആകെ മൊത്തം വളരെയധികം കഷ്ടത നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയായിരുന്നു അന്നത്തെ കർഷകർ ജീവിച്ചിരുന്നത് എന്നർത്ഥം. ലെറ്റ്സ് എക്സാമിൻ ഹൗ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ദ ഫാമേഴ്സ്. അപ്പോൾ അതായത് എങ്ങനെയൊക്കെയാണ് അവർ ഈ ടാക്സ് സിസ്റ്റം ഫാമേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ബാധിച്ചിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, 4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 4 നിങ്ങൾ എന്തായാലും പഠിക്കണം. ഫാമേഴ്സ് ഫൗണ്ട് ടു ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ് ഈവൻ ഇഫ് ക്രോപ്സ് വർ ഡാമേജ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രോട്ട് ദർ വിൽ ബി നോ ടാക്സ് റിലീഫ്. അതായത് ഉയർന്ന നിരക്കിലുള്ള ടാക്സ് അവർക്ക് അടക്കാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതുപോലെ തന്നെ ഫ്ലഡ്, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഡ്രോട്ട്, വരൾച്ചയോ കൃഷിനാശമോ സംഭവിച്ചാലും അവർക്ക് എന്താണ്, നികുതിക്ക് ഒരു ഇളവും ലഭിച്ചിരുന്നില്ല. Then farmers had to pay on money lenders to avoid ലോസിങ് ദയർ ഫാംലെറ്റ്സ്. അതായത് ഫാമേഴ്സിന് അവരുടെ ആ കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മണി ലെൻഡേഴ്സിൽ നിന്നൊക്കെ പണം മേടിക്കാൻ ആശ്രയിതരായി എന്നാണ് പറയുന്നത്. ഡെപ്റ്റ് റീഡർ ഫാമേഴ്സ് ലോസ് ദയർ ലാൻഡ്. അതായത് കടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അവർക്ക് ഫാമേഴ്സിൽ നിന്ന് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ദ പെസൻസ്, ബ്രിട്ടീഷ് പോളിസീസ് മെയ്ഡ് ദ ലീവ്സ് ഓഫ് ആർട്ടിസൻസ് ഓൾസോ മിസറബിൾ. അതായത് കർഷകർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ എന്താണ്, കൈത്തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ, അവരും ബുദ്ധിമുട്ടിലായി എന്നാണ് പറയുന്നത്. മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. അതായത് എന്താണ്, മെഷീനുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടനുകൾ ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. ദെൻ ഡ്യൂ ടു ദ കോമ്പറ്റീഷൻ വിത്ത് സച്ച് പ്രോഡക്ട്സ് ദ മാർക്കറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് സച്ച് ആസ് കോട്ടൺ, സിൽക്ക്, വൂൾ, ക്ലോത്ത്, പോട്ടറി, ലെതർ ആൻഡ് എഡിബിൾ ഓയിൽസ് വർ ലോസ്റ്റ്. അതായത് അതിനെ തുടർന്ന് അങ്ങനെ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു മൂല്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് കോട്ടൺ, അതുപോലെ തന്നെ എന്താണ് വസ്ത്രങ്ങൾ, ലെതർ, അതുപോലെ തന്നെ ഭക്ഷണ എണ്ണ തുടങ്ങിയിട്ടുള്ള ആ സാധനങ്ങളുടെ ഒക്കെ ഒരു മൂല്യത നഷ്ടപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദിസ് ലെഡ് ടു ദ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദോസ് എൻഗേജ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്. അതായത് ഹാൻഡിക്രാഫ്റ്റിൽ തൊഴിൽ ചെയ്തിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മെനി വേഴ്സ് ടു ഫോഴ്സ്ഡ് ടു ഗീവ് അപ്പ് ദെയർ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ. അപ്പോൾ ഒരുപാട് പേര് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ദെൻ അടുത്തത് എന്താണ്, ഒരു കുറിപ്പ് ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ എക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ ഫാമേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റൻസ്. എന്തൊക്കെയാണ് കർഷകർക്കും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റിലുള്ളവർക്കും ബ്രിട്ടീഷുകാരുടെ ഈ പോളിസികൾ കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു നോട്ട് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ പോയിന്റ് ആയിട്ടും എഴുതാം. അപ്പോൾ നിങ്ങൾ ഇമ്പാക്റ്റ് ഓഫ് ഫാമേഴ്സ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്സ് എഴുതാം. ദെൻ അതിനുശേഷം ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിഷ്യൻസ് എന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ ഈ പാരഗ്രാഫ് തുടങ്ങുന്നില്ല, മിഷൻ മെയ്ഡ് എന്ന് മുതൽ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ എന്ന് വരെ എഴുതിയാൽ ഇതിൻ്റെ ഉത്തരമായി. അപ്പോൾ നിങ്ങൾക്കത് പോയിന്റ് ആയിട്ടും എഴുതാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എന്ന രീതിയിലും എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, റെസിസ്റ്റൻസ് അഗെയിൻ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഒരുപാട് ചൂഷണങ്ങൾ നമ്മുടെ കർഷകരും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റിലുള്ളവരും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻസ്, അതായത് ഈ ചൂഷണത്തിനെതിരെയുള്ള അവരുടെ ഓരോ റെസിസ്റ്റൻസ് പോരാട്ടങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി എഫക്ട് ദ വാരിയസ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. പീപ്പിൾ റോയിറ്റഡ് അഗെയിൻസ്റ്റ് ദം. ലെറ്റ്സ് ഗെറ്റ് ടു നോ സച്ച് റോയിറ്റേഴ്സ്. അതായത് ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള എക്കണോമിക് പോളിസീസ് ഒരുപാട് വളരെയധികം നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളെ ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അവർക്കത് ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ കലാപങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വെൻ മോങ്സ് ഓൾസോ ബിക്കം വാരിയസ്, അതായത് സന്യാസിമാരും പോരാളികളായപ്പോൾ എന്നാണ് പറയുന്നത്. സമ്മർ ഇൻ 1773 പദചിഹ്നം, അതായത് പദചിഹ്നം എ വില്ലേജ് ഇൻ ബംഗാൾ. വെൻ ഇറ്റ് റെയിൻഡ് ദ പീപ്പിൾ ഫെൽറ്റ് കംഫർട്ടഡ് ആൻഡ് റീചാർജ്ഡ് ബട്ട് ദ റെയിൻ സഡൻലി സ്റ്റോപ്പ്ഡ്. അതായത് ഒരു വേനൽക്കാലത്ത് ബംഗാളിലെ പദചിഹ്നം എന്ന് പറയുന്ന ഗ്രാമത്തിൽ മഴ പെയ്തപ്പോൾ എല്ലാ ജനങ്ങളും വളരെയധികം സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ മഴ എന്താണ്, പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി, സ്റ്റോപ്പായി എന്നാണ് പറയുന്നത്. ദ ക്രോപ്സ് ഡ്രൈഡ് അപ്പ്, അതായത് എന്താ, വിളകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ദ വർ ഫാമിൻ, അതായത് അവരെല്ലാം ക്ഷാമം നേരിട്ട് തുടങ്ങിയിരുന്നു. ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ടു കളക്ടിങ് ടാക്സ്. പക്ഷെ എന്താണ്, ഇതുപോലെ ഇത്രയും ദുരിതാവസ്ഥ ഉണ്ടായിട്ടും ഗവൺമെൻറ് നികുതി ഈടാക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. They ran around collecting taxes and rates in a compulsory fashion. Bengal went through a miserable phase. അതായത് ഈ നികുതി കുടിശ്ശികയടക്കം വളരെയധികം കർശനമായിട്ട് ഇവരിൽ നിന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വളരെയധികം എല്ലായിടത്തും ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ബംഗാളിലുള്ള ആളുകൾക്ക് വളരെയധികം മിസറബിളായി, ദയനീയമായൊരവസ്ഥയായിരുന്നു ആ കാലത്ത് അവർ നേരിട്ടിരുന്നത്. പീപ്പിൾ സഫേർഡ്, ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ടു. ദേ സോൾഡ് ദെയർ കാറ്റിൽ, അതായത് അവരുടെ കന്നുകാലികളെല്ലാം വിറ്റു. ദേ സോൾഡ് ദെയർ ടൂൾസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ, അതായത് ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് അവരുടെ ആയുധങ്ങളെല്ലാം വിറ്റു. അതുപോലെ തന്നെ ദേ സോൾഡ് ദ സീഡ്സ് ദെൻ ദെയർ ജ്വല്ലറി ആൻഡ് യുട്ടൻസിൽസ്, അവർ വിത്തുകൾ, അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജ്വല്ലറികൾ, അവരുടെ ആഭരണങ്ങളെല്ലാം വിറ്റു. ദെൻ സം ഹാഡ് ടു ഇവൻ റിമൂവ് ദ ഡോർസ് ഓഫ് ദെയർ ഹൗസസ്, അതായത് ചില ആളുകൾക്ക് അവരുടെ വീടിൻ്റെ വാതിൽ പോലും വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ, അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു രീതിയായിരുന്നു, അല്ലെങ്കിൽ അത്രയും കഷ്ടത നിറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അന്ന്. ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീങ്സ് ഹാവ് നോ വാല്യൂ ഇൻ ദ മാർക്കറ്റ്. എല്ലാത്തിനും ശേഷം എന്താണ്, മനുഷ്യർക്ക് ഒരു വിലയുമില്ലാത്ത ഒരു ഇതായിരുന്നു അന്നത്തെ കാലം എന്ന് പറയുന്നത്. Then therefore nobody could sell them in market. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊരു വിലയില്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യരെ വിൽക്കാൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല. The villagers plucked the grass leaves and dug up tubers and ate them. അതായത് വില്ലേജേഴ്സ് ഈ പുല്ലുകൾ, ഇലകൾ അതൊക്കെ പറിച്ചെടുത്തിട്ട് അതായിരുന്നു അവരെ ഭക്ഷണമായി കഴിച്ചിരുന്നത്. അത്രയും കഷ്ടതയായിരുന്നു അവർക്ക്. Then they would satisfy their hunger by eating rats, cats and dogs. അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ എലികളെയും പൂച്ചകളെയും അതുപോലെ തന്നെ നായ്കളെയും ഒക്കെ കൊന്നിട്ടായിരുന്നു അവർ കഴിച്ചിരുന്നത്. Then diseases spread, fever, plague, smallpox spread like wildfire. There was no one to take care of sick or even bury the dead. Dead bodies were left to rot. അതായത് എന്താണ് പറയുന്നത്, ഇവർക്ക് ഇങ്ങനെ ഇത് കഴിക്കുന്നത് മൂലം അവർക്ക് ഒരുപാട് പനിയും അതുപോലെ തന്നെ സ്മോൾ പോക്സ്, വസൂരി, അതുപോലെ തന്നെ അതൊക്കെ ഒരുപാട് പടർന്നു. രോഗികളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് രോഗം മാറ്റാനോ ശുശ്രൂഷിക്കാനോ
ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആ ഡെഡ് ബോഡി ശവങ്ങളൊക്കെ മറവ് ചെയ്യാനോ ഒന്നും ആളില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടുകളിലൊക്കെ എന്താണ് ഡെഡ് ബോഡീസ് അനാഥമായി കിടന്നു ചീഞ്ഞു നാറി എന്നും പറയുന്നുണ്ട്. അതായത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യൻ ജനതയോട് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്, ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് യു ഹാവ് റീഡ് an expert from Bankim Chandra Chatterjee Bengali novel Anand Madha discuss the plight and people of Bengal at that time from the novel Anand Bar and circumstances that led to it. അത് നമ്മളിപ്പോൾ വായിച്ചത് ബാങ്കിം ചന്ദ്രയുടെ ആനന്ദ് മാധ എന്ന് പറയുന്നതിൽ നിർത്തിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ആ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ജനങ്ങളുടെ ആ ദുരിതത്തെക്കുറിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ബുക്കൊന്ന് നോവലൊന്ന് വായിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്തതിൻ്റെ എല്ലാ കാര്യങ്ങളെയുമാണ് അതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ നാഷണൽ സോങ് ഈസ് ടേക്കൺ ഫ്രം ദ നോവൽ ആനന്ദ് മാധ റിട്ടൺ ബൈ ബാങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ ബംഗാൾ ഇൻ 1882. വന്ദേ മാതരം ഈസ് മെൻഷൻ ദ നോവൽ ആസ് എ സോങ് ബൈ ദ ക്യാരക്ടർ ഓഫ് ആരാണ് ഭവനാനന്ദൻ. അതായത് ഭവാനന്ദൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ ആലപിക്കുന്ന ഒരു സോങ് ആണ് വന്ദേ മാതരത്തിലെ നോവലിൽ പരാമർശിക്കുന്നത്. അത് എഴുതിയിട്ടുള്ളത് ബംഗാളി ഭാഷയിലുള്ള ബാങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ദെൻ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേഡ് നോ എഫക്ട് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഫാമിൻ ഇൻ ബംഗാൾ. അതായത് ഈ ബംഗാളിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടത് പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരുവിധ നടപടികളോ ശ്രമങ്ങളോ നടത്തിയിരുന്നില്ല. Hence the poor peasants and laborers fought against the British and this revolt was supported by the sannyasis. So this are known as സന്യാസി റെബല്യൻ. അപ്പോൾ സന്യാസി റെബല്യൻ എന്താണ്? അതായത് ഇതിന് ഒരു നടപടികളും ബ്രിട്ടീഷുകാരെടുക്കാത്ത സാഹചര്യത്തിൽ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാളം ഒരു യുദ്ധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അമർഷം കാണിക്കാൻ വേണ്ടിയിട്ട് നടന്നു. കർഷകരുടെ ആ കലാപത്തിൽ എന്ത് ചെയ്തു, ആ ഒരു റെബല്യനിൽ സന്യാസിമാരും അതിനെ ചേർത്തു പിന്തുടരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സന്യാസി റെബല്യൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സന്യാസി റെബല്യൻ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അലോങ് വിത്ത് ദ സന്യാസീസ് ആരൊക്കെയാണ് പിന്നെ ഫക്കീർ, അതായത് ഫക്കീർ ഓൾസോ ജോയിൻ ദ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് സോ ദിസ് റിവോൾട്ട് ഈസ് ഓൾസോ നോൺ ആസ് സന്യാസി ഫക്കീർ റിവോൾട്ട്. അതായത് സന്യാസികാരുടെ പോലെ തന്നെ ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ റെബല്യത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് സന്യാസി ഫക്കീർ റെബല്യൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഭവാനി ഭദക് മജ്നു ഷാ എന്നീ ആളുകളൊക്കെ ആയിരുന്നു ലീഡേഴ്സ് എന്ന് പറയുന്നത്. ലെഡ് ദ സന്യാസി ഫക്കീർ റെബല്യൻ. ആരൊക്കെയായിരുന്നു? ഭവാനി പഥക് ആൻഡ് മജ്നു ഷാ എന്ന് പറയുന്നവരൊക്കെ ആയിരുന്നു ഈ സന്യാസി ഫക്കീർ റെബല്യത്തിന് നേതൃത്വം, അതായത് ലീഡേഴ്സ് ആയിട്ടുള്ളത് നയിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ഫ്രം അഗ്രികൾച്ചർ ടു റെബല്യൻ എന്നാണ്, കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് എന്നതാണ് പറയുന്നത്. ദ Neelam Peasants Revolt in 1859 in Bengal was the most important agrarian revolt against the British colonial rule. അതായത് എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കർഷക റെബല്യൻ കലാപമായിരുന്നു ബംഗാളിൽ നടന്നിട്ടുണ്ടായിരുന്ന നീലം കലാപം, നീലം റെബല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കാരണം, ലെറ്റ്സ് ഡിസ്കസ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ, സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. The British planters, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, forced the farmers to cultivate indigo plant for factory established in village. അതായത് ബ്രിട്ടീഷുകാർ ആ ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ എന്ത് ചെയ്തു, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഇൻഡിഗോ ചെടി കൃഷി ചെയ്യാൻ എന്ത് ചെയ്തു, അവരെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. ദെൻ ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ്, അതായത് ഇൻഡിഗോ പ്ലാന്റ് ബി സോൾഡ് ഓൺലി ടു ബ്രിട്ടീഷ്. അതായത് ആ ഇൻഡിഗോ പ്ലാന്റ് ആർക്ക് മാത്രമാണ്, ആ ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് നൽകാൻ പാടുകയുള്ളൂ എന്നുള്ളൊരു നില വന്നു. അടുത്തത് എന്താ പറയുന്നത്, ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻഡിഗോ ടു ഫാമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഡിഗോസിന് ബ്രിട്ടീഷുകാർ നല്ല കുറഞ്ഞ പൈസ മാത്രമാണ്, മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ പൈസ മാത്രമാണ് ഈ കർഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ലെഡ് ടു ദ സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോട്ടേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. അപ്പോൾ ഇത് വളരെയധികം ഭക്ഷണക്ഷാമത്തിനും ചൂഷണത്തിനും അതുപോലെ തന്നെ എക്കണോമിക് ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരുപാട് ഉണ്ടായി എന്നാണ് പറയുന്നത്.
Then, with the discovery of artificial dyes, the demand for indigo decreases and poverty increases. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് ഡിസ്കവർ ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യൽ ഡൈസ് ഉണ്ടാക്കിയത് ഡിസ്കവർ ചെയ്തപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു, അതായത് ഇൻഡിഗോൻ്റെ ആ ഡിമാൻഡ് കുറയുകയുണ്ടായി. അതുപോലെ തന്നെ പോവർട്ടി, ദാരിദ്ര്യം കൂടുകയും ഉണ്ടായി. ലെഫ്റ്റ് ദം നോ അതർ ഓപ്ഷൻ. ദ പെസൻസ് ടേൺ ദ പാത്ത് ഓഫ് എഡ്യൂക്കേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. അതുപോലെ തന്നെ മറ്റ് വഴികളൊന്നും കർഷകരുടെ മുന്നിലില്ലാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ അവരൊരു പ്രക്ഷോഭനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നീൽ ദർപ്പൺ എന്താണെന്ന് പറയുന്നുണ്ട്. നീൽ ദർപ്പൺ ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ ആ ഒരു കഷ്ടപ്പാടുകളെ ആസ്പദമാക്കി, അതിൻ്റെ അനുഭവങ്ങളെ, ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് ദീനബന്ധു മിത്ര എഴുതിയിട്ടുള്ളതാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പാരഗ്രാഫ്. ഇറ്റ് വാസ് ലെഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരുടെ ഇതിലായിരുന്നു, അതായത് ദിഗംബീർ ബിശ്വാസിൻ്റെയും അതുപോലെ തന്നെ വിഷ്ണു ബിശ്വാസി എന്ന് പറയുന്ന വ്യക്തികളുടെയും നേതൃത്വത്തിലായിരുന്നു ആ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആസ് റൈറ്റേഴ്സ് സ്പ്രെഡ് അക്രോസ് ദ ബംഗാൾ ഫാമേഴ്സ് അബാൻഡൻ ദെയർ ഇൻഡിഗോ കൾട്ടിവേഷൻ. അതായത് എന്ത് ചെയ്തു, അതായത് ഈ കലാപം ഉണ്ടായപ്പോൾ ബംഗാളിലുടനീളം ഇത് ആരംഭിച്ചതോടെ കർഷകർ ഇൻഡിഗോ കൃഷി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. when the farmers' resistance became strong, planters closed their factories and indigo cultivation almost disappeared from Bengal. അപ്പോൾ ഈ കൃഷി, അതായത് ഈ ഫാമേഴ്സിൻ്റെ ഈ പ്രതിഷേധം വളരെയധികം സ്ട്രോങ് ആയപ്പോൾ എന്താണ്, ഫാക്ടറികളൊക്കെ അടിച്ചു പൂട്ടുകയും അതുപോലെ തന്നെ ബംഗാളിലെ ഇൻഡിഗോ കൃഷി എന്ത് ചെയ്തു, ഇല്ലാതാക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുള്ളതാണ്, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ്. when the forest wake up, അതായത് കാടുണർന്നപ്പോൾ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, when the Sandals displays the most adventurous courage, അതായത് ഏറ്റവും സാഹസികമായിട്ടുള്ള ധൈര്യമുള്ള സന്താളുകൾ പ്രകടിപ്പിച്ചത് എപ്പോഴാണ്. they did not want to surrender even though they did not know when they would be caught and killed. 140-50 Sandals took shelter in a mud hut and fought against the British soldiers. The British soldiers fired discriminately at the hut. Each time Sandals responded with arrows. When the soldiers finally stopped the firing and entered the hut, they found only one old man alive, and the soldiers asked him to surrender. Then the old man rushed and cut him down with the axe. അതായത് എന്താ പറയുന്നത്, ഏറ്റവും സാഹസമായിട്ടുള്ള ധൈര്യമുള്ള സന്താളുകളാണ് പറയുന്നത്. അവരെപ്പോഴാണ് പിടിക്കപ്പെട്ടത്, അപ്പോൾ എന്താണ്, ഒരിക്കലും അവർ പിടിക്കപ്പെടാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും 45 സന്താൾമാരെന്താണ് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുടിലിൽ അഭയം തേടുകയുണ്ടായി. അതുപോലെ തന്നെ അവർ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ എന്താണ് പോരാടുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് നേരെ ഒരുപാട് വെടിയുണ്ടകൾ പാഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ഓരോ തവണയും എന്താണ് അവർ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. സന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഓരോ തവണയും മറുപടി നൽകിയിരുന്നു. അവസാനം വെടി നിർത്തി കുടിലിൽ പ്രവേശിച്ചപ്പോൾ എന്താണ്, പട്ടാളന്മാർക്ക് ആകെ ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത് എന്നും പറയുന്നുണ്ട്. അതായത് ആ പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം എന്താണ് പറഞ്ഞ ഉടനെ വൃദ്ധൻ തൻ്റെ ആ ഒരു ആക്സ് കൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എബൌട്ട് ഈസ് എ നോട്ട് അബൌട്ട് ദ ഷോ ദ ബ്രൈവറി ഓഫ് സന്താൾ റെബല്യൻ പീപ്പിൾ. വൈ ഡു യു തിങ്ക് ദ സന്താൾ പീപ്പിൾ ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സന്താൾ, അതായത് ഇവരൊരു ഗോത്ര ജനതയായിട്ടാണ് ഇവരെ പറയുന്നത്. അവരുടെ ഒരു കുറിപ്പാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടായിരിക്കും സന്താൾ പീപ്പിൾ എന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ പോരാടിയത്, അതാണ് ഇനി പറയുന്നത്. ദർ ആർ എ ട്രൈബൽ പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു രാജ്മൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രൊവിൻസ് ഇൻ 18th century. 18ാം നൂറ്റാണ്ടിൽ ബംഗാളിൻ്റെ ആ സ്ഥലത്ത് നിന്ന് രാജ്മൽ ഹില്ലിലേക്ക് കൂടിയേറിയിട്ടുള്ള ആളുകളായിരുന്നു ഈ സന്താൾ എന്ന് പറയുന്ന ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്. Then landlords ancestry extorted and users lent money and snatched their grains and forest resources in exchange. All this one is done with the support of British. The British administration, which had no understanding of the tribal people's relationship with that land, saw they merely as a means to increase tax revenue. അതായത് എന്താണ്ടായത്, അവരുടെ ഈ അതായത് ഇവരുടെ ഈ ഇങ്ങനെ ഒരുപാടുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കൊള്ളപ്പലിശ അതുപോലെ തന്നെ അവരുടെ കടങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായപ്പോൾ
അപ്പോൾ എന്താണ് അവരുടെ ആ ധാന്യങ്ങളും അതുപോലെ തന്നെ ആ ഫോറസ്റ്റിലുള്ള മറ്റുള്ള സാധനങ്ങളും ഒക്കെ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഒരു പിൻബലത്തോടെയായിരുന്നു കൂടിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ആ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ. ഇതെല്ലാം എന്ത് ചെയ്തു, അവരുടെ ടാക്സ് നികുതിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളായിരുന്നു എന്നാണ് പറയുന്നത്. Then എന്താ പറയുന്നത്, the Sandal launched their struggles against the British in 1855 by mobilizing the tribal people against the injustice they faced. Sidhu and Kanhu, who led these rioters, were killed by the British. Although the rebellion was brutally suppressed, the Sandal rebellion became an important chapter in the history of tribal resistance. അതിലൂടെ പറയുന്നത് അതായത് ഈ ഗോത്ര വിഭാഗ ട്രൈബൽ പീപ്പിൾ നേരിട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കെതിരെ അവർ 1855 എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പോരാട്ടങ്ങളൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കലാപങ്ങൾ, ഈ റെബല്യത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? സിന്ധു ആൻഡ് കൻഹു എന്ന് പറയുന്നതാണ്. അവർ ബ്രിട്ടീഷുകാർ വധിച്ചു എന്നാണ് അവർ പറയുന്നത്. ദെൻ കലാപം വളരെയധികം ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടെങ്കിലും എന്താണ് ഗോത്രജനതയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു അധ്യായം തന്നെയായിരുന്നു എന്ത്, സന്താൽ റെബല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡൊക്കെ അയച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഉൽഗുലാൽ, അതായത് ദ ഗ്രേറ്റ് ടുമോൾട്ട്. അതായത് എന്താണെന്ന് നോക്കാം. Like the Sandal rebellion, there were many other rebellion rioters in many parts of India. Ulgulal was a tribe riot that, അതായത് സന്താൽ കലാപത്തെ റെബല്യനെ പോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എന്താണ് ഈ ഗോത്ര ജനതകളുടെ കലാപങ്ങൾ, റെബല്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഉൽഗുലാൽ എന്ന് പറയുന്നത്. Then took place in the last decade of 19th century. അതായത് എന്താ പറയുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഈ ഇങ്ങനെയുള്ള ഉൽഗുലാൽ എന്ന് പറയുന്ന ഈ കലാപം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് മുണ്ട റെബല്യൻ. പക്ഷെ അതിനെ നമ്മൾ കൂടുതലായിട്ടും പൊതുവെ പറയുന്നത് എന്താണ്, മുണ്ട റെബല്യൻ എന്നാണ്. ദ വേർഡ് ഉൽഗുലാൽ മീൻസ് ഗ്രേറ്റ് അപ്രോർ. അതായത് ഈ ഉൽഗുലാൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് പറഞ്ഞ മുണ്ട റെബല്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഉൽഗുലാൽ എന്നത് പദത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വലിയ ഇളക്കം എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് അപ്രോർ ഓർ ഗ്രേറ്റ് അപ്രിയൽ എന്നാണ്. ദ റെബല്യൻ വാസ് ലെഡ് ബൈ മിർസ മുണ്ട ഹു sought to break British colonial rule and established Munda Kingdom in the Munda tribal areas present day Jharkhand. അതായത് ഈ നേതൃത്വം വഹിച്ചിട്ടുള്ളത് ആരാണ്, മിർസ മുണ്ട എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ജാർഖണ്ഡിലുള്ള മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിലുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ തകർക്കുകയും അതുപോലെ തന്നെ അവരുടെ ഒരു എന്താണ് അവരുടേതായിട്ടുള്ളൊരു രാജ്യമായിട്ട് സ്ഥാപിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള നേതൃത്വം വഹിച്ച വ്യക്തിയാണ് മിർസ മുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ചിത്രം ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലെറ്റ്സ് എക്സാമിൻ ദ റീസൺ ഓഫ് ദിസ് റെബല്യൻ. അതായത് മുണ്ട റെബല്യൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് കൊളോണിയലിൻ്റെ അവരുടെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണവും അതുപോലെ തന്നെ ഭൂമിയെ പിടിച്ചെടുക്കലും ഒക്കെ ആയിരുന്നു കാരണങ്ങൾ. ദെൻ സെക്കൻഡ് പോയിന്റ്, ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചൻറ്റ്സ്. അതായത് പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്തത് എന്താണ്, ഇൻ 1890 the Munda tribe started a armed rebellion against the British. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ട്രൈബൽസ് യുദ്ധം ആരംഭിച്ചു, കലാപം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. There were clashes with the British policies at many places and many Munda tribal men killed with the firing of Ranchi. അതായത് ഇതിനെ തുടർന്ന് റാഞ്ചിയിൽ നടന്നിട്ടുള്ള ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ഗോത്ര വിഭാഗം ട്രൈബൽ പീപ്പിൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. മിർസ മുണ്ട വാസ് ഇംപ്രസ്ഡ് ആൻഡ് ടൈഡ് ദർ. അതായത് മിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ദെൻ ദ മുണ്ട റെബല്യൻ വർ ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ഈ മുണ്ട റെബല്യൻ വളരെയധികം ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറിച്ച റെബല്യൻ, പഹാരിയ റെബല്യൻ, ഖോൾ റെബല്യൻ, ബിൽം റെബല്യൻ ആൻഡ് കാസി റെബല്യൻ ആർ സം ഓഫ് ദ ട്രൈബൽ റെബല്യൻസ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കലാപങ്ങൾ
റെബല്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ അടുത്തത് അപ്രോർ ഓഫ് ബാറ്റിൽ, അതായത് പോരാട്ടത്തിൻ്റെ ഗർജനം എന്നാണ് പറയുന്നത്. ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ആർ ഓൾസോ എഫക്റ്റഡ് ബൈ പോളിഗാസ് മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാട്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഈ പോളിസീസ് തമിഴ്നാട്ടിലുള്ള സൈനികരെയും പോളിഗാമരെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എന്താണ് പോളിഗർ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ തമിഴ് വേർഡ്. ഏതിൽ നിന്നാണ്? അതായത് തമിഴ് വേർഡിൽ നിന്നുള്ള പാളിയാക്കർ എന്ന് പറയുന്നതിൽ നിന്നിട്ടുള്ള എടുത്തിട്ടുള്ളതാണ് ഈ പോളിഗർ എന്ന് പറയുന്ന അർത്ഥം. മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്, അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതായത് സൈനിക താവളം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് വീരപാണ്ഡെ കട്ടാമ്പൻ, a polygar of Panchalam Kuruchi at Tirunelveli and Marut Pandya brothers and polygars of Shivangi played an important role. അതായത് തിരുനെൽവേലിയിലെ പഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡയും കട്ടബൊമ്മയും ശിവങ്കയിലെ പോളിഗർ ആയിട്ടുള്ള മരുത് പാണ്ഡ സഹോദരങ്ങളുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളത്. The struggle against the British. As a renowned protector of his people, Kattamban had a good relationship with his people. The polygar also responsible for collecting taxes from the peoples. The ruler of Panchalam Kuruchi surrendered to the British, but Kattamban was not willing to do so. The British further burdened the people by increasing the existing tax. The fact that Kattamban questioned the tax collection by the British made him enemy. Kattamban and their Marut Pandya brothers, who be polygar of Shivangal, fought against the British and died as heroes. അതായത് എന്തുണ്ടായത്? ജനങ്ങളുടെ സംരക്ഷകരുമായിരുന്നു. അതായത് അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിക്കലും പോളിഗർ എന്ന് പറയുന്നവരുടെ ഡ്യൂട്ടി ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണ് പഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരിയായിട്ടുള്ളവർ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയിരുന്നെങ്കിലും മറ്റുള്ളവരായിട്ടുള്ള കട്ടാമ്പൻ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നികുതി വർദ്ധിപ്പിക്കുകയാണ്, ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയുമാണ് ബ്രിട്ടീഷുകാർ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. നികുതി പിരിവിൻ്റെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കട്ടമ്പനെ ബ്രിട്ടീഷുകാർ ശത്രുവാക്കുകയും അതിനുശേഷം എന്താണ് അവരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ട് വീരമൃത്യു വഹിച്ചു എന്നാണ് പറയുന്നത്. അവസാനം അവരെ മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തതാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ എന്താണ്? അതായത് വെല്ലൂർ മിഷൻ, അതായത് വെല്ലൂർ കലാപത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. The Attingal Revolt of 1721 was the first organized rebellion against the British in India. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുക, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള ഒരു റെബല്യൻ കലാപമായിരുന്നു ആറ്റിങ്കൽ കലാപം എന്ന് പറയുന്നത്. The British were constantly trying to create chats in the Attingal region by interfering the pepper trade in internal affairs and creating commercial hatred among the people. The British tried to repeat the practices of giving to the reward to the ruling Attingal Rani every new year in 1721 as well. But sometimes of the landlord resistance this because they are afraid that could be cause some kind of danger. അതായത് അവർക്ക് എന്ത് ചെയ്തു? അവരിങ്ങനെ എന്താ പറയുക, ആഭ്യന്തര ഭരണങ്ങളിലൊക്കെ വളരെ ഇടപെടുകയും മനുഷ്യർക്കിടയിൽ ഒരു വർഗീയ വിദ്വേഷം വളർത്താനൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭരണാധികാരിയായിട്ടുള്ള റാണിക്ക്, ആറ്റിങ്ങൽ റാണിക്ക് അവർ എല്ലാ വർഷത്തിലെ ന്യൂ ഇയറിലും അവർ എന്തെങ്കിലും ഒരു റിവാർഡ്, പാരിതോഷികം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നൽകാറുണ്ട്. അതുപോലെ തന്നെ പതിവ് പോലെ 1721 അത് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പേടി, ഒരു ഡേഞ്ചർ ഉണ്ടെന്നാണ് കാരണമാകുന്നതെന്ന് അവർക്ക് ഭയത്താൽ ചില നാട്ട് പ്രമാണിമാർ അതിനെല്ലാം എതിർത്തിട്ടുമുണ്ടായിരുന്നു. Then, a British contingent of the 140 led by Gifford arrived to give gift to the Attingal Rani, despite the opinion that was sufficient to give gift only through the landlords. This moved led to a big conflict. The contingent was attacked by killed by the locals without any distinction of class, color, caste and religion. Moreover, the British fort where Achutang was surrounded and blockaded. The Attingal revolt is significant as the first organized popular uprising against the British rule in India. അതായത് എന്താ പറയുന്നത്,
ഈ നാട്ടുപ്രമാണിമാരുടെ മുഖേനുള്ള പാരിതോഷികം നൽകിയാൽ മതി എന്നായിരുന്നു അവരുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അതൊന്നും വകവയ്ക്കാതെയാണ് നമ്മുടെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140 പരമുള്ള ആളുകൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരടക്കമുള്ള ആ സംഘത്തെ ആറ്റിങ്ങൽ റാണിക്ക്, അതായത് അവിടുത്തെ റാണിക്ക് സമ്മാനം നൽകാനായി എത്തിയപ്പോൾ എന്താണ് സംഘർഷമുണ്ടായി. അതിനെ തുടർന്ന് ആ സംഘർഷത്തിൽ കാസ്റ്റോ റിലീജിയനോ കളറോ ഒന്നും നോക്കാതെ ഒരു വ്യത്യാസവുമില്ലാതെ നാട്ടുകാരെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്നിട്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന അച്ചുതെങ്കിലുണ്ടായിരുന്ന അവരുടെ ഫോർട്ടുകളെല്ലാം വളഞ്ഞ് അതിനെ ഉപരോധം ചെയ്യുകയും ചെയ്തു. കേരളത്തിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അധികാരത്തിനെ തുടർന്നിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ളൊരു സംഘടിതമായിട്ടുള്ളൊരു പ്രക്ഷോഭനം തന്നെയായിരുന്നു ആറ്റിങ്ങൽ റിവോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അടുത്തതാണ് പറയുന്നത് എന്താണ്, ഓൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ മൂവ്മെൻറ്റ്, അതായത് സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ അഫക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാരുടെ ഈ പോളിസീസ് ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചിട്ടുണ്ട്. അതായത് കർഷകരെ മാത്രമല്ല ഭരണാധികാരികളെയും ബാധിച്ചിട്ടുണ്ട്. ദ കിട്ടൂർ റാണി ചെന്മാന വാസ് ബ്രേവ് വുമൻ ഹു ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ആയുധമെടുത്തിട്ടുള്ള പോരാടിയിട്ടുള്ള ഒരു ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്ന വ്യക്തി. Then Kittur was a princely state in Karnataka that recognized the supremacy of Martanda rule. When the British won Third Anglo-Maratha War, the Kittur area came under the control of English East India Company. The ruler of Kittur was Shivalinga Rudrasheyi. After his death, Chennamma, his widow, decided to adopt a boy. This was prevented by the English East India Company, which annexed the Kittur to British India. Provoked by this, Rani Chennamma of the Kittur declared the war against the British. Rani Chennamma died in 1829 while in Britain custody. അതായത് എന്താണ് പറയുന്നത്, അതായത് അവിടുത്തെ വളരെ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറാഠ ഭരണത്തിൻ്റെ അംഗീകാരം, അതായത് നാട്ടുരാജ്യങ്ങളായിട്ടുള്ളതായിരുന്നു കിട്ടൂർ എന്ന് പറയുന്നത്. തേർഡ് ആഞ്ചലോ മറാഠ വാറിൽ ബ്രിട്ടീഷുകാർക്ക് അതിൽ സക്സസ് ആയതോടെ കിട്ടൂർ എന്ന് പറയുന്ന ആ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലായി എന്ന് പറയുന്നു. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു അപ്പോഴുള്ള ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായിട്ടുള്ള ഈ ചെന്നമ്മ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയും ഇതെന്തിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തടയുകയും കിട്ടൂരിലെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ വളരെയധികം പ്രവോക്കഡ് ആയിട്ടുള്ള റാണി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1829 എന്താണ് ബ്രിട്ടീഷുകാരെ തടവിൽ ആയിട്ട് തന്നെ റാണി ചെന്നമ്മ മരണപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഇനി അടുത്തതൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ അനലൈസിങ് ദ റിവോൾട്ട് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഒരുപാട് റിവോൾട്ട് ഉണ്ട്, അതിൻ്റെ പേരുകൾ എഴുതാനാണ്. അതായത് പെസൻസ് റിവോൾട്ട്സിലുള്ളതാണ് സന്യാസി ഫക്കീർ റെബല്യൻ. അതുപോലെ തന്നെ ഏതാണ് വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ അതിന് ശേഷം നോക്കുകയാണെങ്കിൽ സന്താൽ റെബല്യൻ. അപ്പോൾ സന്താൽ മുണ്ട റെബല്യൻ, ഖാസി റെബല്യൻ, ഭിൽ റെബല്യൻ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ കിട്ടൂർ റെബല്യൻ, പോളിഗാർ റെബല്യൻ, പോപ്പുലർ റെബല്യൻ ആണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളിതൊന്ന് സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, then അടുത്തത് ടോപ്പിക് ദ സ്ട്രോം ദാറ്റ് ഷുക്ക് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയറിൻ്റെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഫോർ ചിൽഡ്രൻസ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. When the convoy and his group started moving towards as the middle of the river, the English soldiers started firing from the land. Convoy Singh's left arm was shot and was broken and hung. Convoy Singh, the hero, did not hesitate and to take dagger that was shielded in his waist and cut off their useless arm. I offer this to the mother Ganga, he said, and threw the severed arm into the river. അതായത് കൻവർ എന്ന് പറയുന്നവരും സംഘവും നദിയിലൂടെ പോകുമ്പോൾ എന്താണ്
കരയിൽ നിന്നുള്ള ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് മിലിറ്ററി ആൾക്കാർ അവരെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുമൂലം കൻവർ സിംഗിൻ്റെ ഇടത് കൈ വെടിയേറ്റു. അങ്ങനെ കൈ ഒടിഞ്ഞു തൂങ്ങി എന്നാണ് പറയുന്നത്. കൻവർ സിംഗൻ പിന്നെ അതൊന്നും മടിക്കാതെ ആ സാഹസികൻ അരയിലുണ്ടായിട്ടുള്ള ഒരു കണ്ടാരം എടുത്തിട്ട് നിഷ്പ്രയോജനമായിട്ടുള്ള ആ ഭുജം വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. തൻ്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം മദർ ഗംഗാ മാതാവിനേക്ക് അത് അർപ്പിച്ചു എന്നാണ് പറയുന്നത്. മുറിച്ചെടുത്തിട്ട് അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിയുകയാണ് കൻവർ സിംഗ് ചെയ്തിട്ടുള്ളത്. ദിസ് ആർ ദ വേർഡ്സ് അബൌട്ട് ദ ബ്രൈവറി ഓഫ് കൻവർ സിംഗ് ഹു ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ റിവോൾട്ട് 1857. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയുടെ പോരാട്ടം, ധീരതയെക്കുറിച്ചിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ 1.14 കൊടുത്തിട്ടുണ്ട്. അടുത്തത് വൈ ഡിഡ് കൻവർ സിംഗ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? എന്തുകൊണ്ടായിരിക്കും കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ടാവുക? യു must have realized that there will be isolated struggles of many parts India against the English East India. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള റെസിസ്റ്റൻസ്, പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി ട്രൂപ്സ് സപ്രസ് ഓൾ സച്ച് സ്ട്രഗിൾസ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനെ എല്ലാത്തിനെയും അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ് ഇൻ 1857 വാസ് an organized rebellion in India against the British imperialism. Therefore, the historians consider this revolt as India's first struggle for independence. It was the first anti-British struggles in which various sections of the societies, including natives, peasants, artisans, natives, kings, soldiers, landlords, took part. What could be the factors that be forced in this different groups to participate in the rebellion? Administrative reforms implemented by the British led to the revolt. Two such British policies included the subsidiary alliance policies and doctrine of lapse. അതായത് ഇങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കെതിരെ പല ഭാഗത്തുമുള്ള പോരാട്ടങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഈ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വലിയൊരു കലാപം, റെബല്യൻ ആയിരുന്നു. 1857 നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചരിത്രത്തിൽ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാമത്തെ ഇൻഡിപെൻഡൻസിന്, അതായത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഒരുപാട് ആളുകൾ, കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ടായിരുന്നതായിരുന്നു. ആദ്യത്തെ ബ്രിട്ടീഷിന് വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ ഒരു സമരമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വിവിധ ജനവിഭാഗങ്ങളുടെ കലാപത്തിൽ ഏർപ്പെടുത്താനുള്ള ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള രണ്ട് നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അലയൻസ്, സബ്സിഡിയറി അലയൻസ് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അതെന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. സബ്സിഡിയറി അലയൻസ് പോളിസി ആണ് പറയുന്നത്. ദ സബ്സിഡിയറി അലയൻസ് പോളിസി വാസ് എ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ബൈ ദ ലോർഡ് വെല്ലസ്ലി, ഹു വാസ് ദ ഗവർണർ ജനറൽ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ആൻഡ് ടു സ്ട്രെങ്തൻ ഹിസ് സോവറൈനിറ്റി. അക്കോർഡിംഗ് ടു ദിസ്, ദ പ്രിൻസ്ലി സ്റ്റേറ്റ് എൻറ്ററിംഗ് ഇൻ ടു എ മിലിറ്ററി അലയൻസസ് ആൻഡ് ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫോളോ സർട്ടൈൻ കണ്ടീഷൻസ്. അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം വികസനത്തിന് വേണ്ടിയിട്ടാണ് അവരിത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് അവിടുത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള വെല്ലസ്ലി പ്രഭു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സബ്സിഡിയറി അലയൻസ് നടത്തിയിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു സൈനിക സംഘത്തിലേക്ക് നാട്ടുരാജ്യങ്ങളുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകളെ പാലിക്കേണ്ടതായിരുന്നു. എന്തൊക്കെയായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് എൻറ്റേഴ്സ് ഇൻ ടു സബ്സിഡിയറി അലയൻസ് ഷുഡ് ബി കീപ് വൺ യൂണിറ്റ് ഓഫ് ദ ആർമി ആൻഡ് ദ കമ്പനി പെർമനൻ്റ്ലി വിത്തിൻ ഇറ്റ്സ് കിങ്ഡം. അതായത് സൈനികരുടെ സഹായത്തിൻ്റെ വ്യവസ്ഥപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുരാജ്യങ്ങളും കമ്പനിയിലുള്ള ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് പോളിസീസ് എന്ന് പറയുന്നത്. അടുത്തത്, ഓൾ ദ എക്സ്പെൻസസ് ഓഫ് കമ്പനി ട്രൂപ്സ് വാസ് ടു ബി ബോൺ ബൈ ദ അലൈഡ് കിങ്സ്. അതായത് കമ്പനിയുടെ എല്ലാ ചിലവുകളും നാട്ടുരാജ്യങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ അലൈഡ് കിങ് മസ്റ്റ് നോട്ട് ബി എൻറ്റർ ഇൻ ടു അലയൻസസ് വിത്ത് ദ അതർ യൂറോപ്യൻ കൺട്രീസ് വിത്തൗട്ട് ദ കമ്പനീസ് അപ്രൂവൽ. അതായത് കമ്പനിക്കാരുടെ ആ ഒരു അപ്രൂവൽ, അനുമതിയില്ലാതെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ ഒന്നും ഇതിൽ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അവരുടെ പോളിസീസ്. ഓക്കെ, നോ ആക്ഷൻ ഷുഡ് ബി ടേക്ക് ബൈ ദ അലൈഡ് കിങ്സ് വിത്തൗട്ട് ദ കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അതായത് അവരുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാണ്ട് ഒന്നും തന്നെ നടപ്പിലാക്കാൻ പാടില്ലെന്ന് നാട്ടുരാജാവിനോട് പറഞ്ഞു. ദ അലൈഡ് കിങ് മസ്റ്റ് ബി പ്രൊവൈഡ് അക്കമഡേഷൻ ഫോർ എ ബ്രിട്ടീഷ് റെസിഡൻസ് ഇൻ ഹിസ് കൺട്രി. അതായത്
എന്താണ് ഈ തൻ്റെ രാജ്യത്തുള്ള ബ്രിട്ടീഷ് റെസിഡൻസിനെ താമസിപ്പിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇഫ് ദിസ് കണ്ടീഷൻ വർ വയലേറ്റഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വുഡ് ബി അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഇതിൽ എന്തെങ്കിലും ഒരു പോളിസീസ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. എന്താണെന്ന് നോക്കാം. ഇഫ് ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിതൗട്ട് മെയിൽ ഹെയേഴ്സ് there will be practices of finding a boy from another family as their heir. However, king's power to be adopted was abolished under the doctrine of lapse enacted by Lord Dalhousie, the British Governor General. In the absence of the heir, the princely state would fall under the control of English East India. Many princely states were annexed to British India under these two policies. The princely state of Oudh was also annexed to British India on the charge of misrule. അപ്പോൾ എന്താണ് പറയുന്നത്, അതായത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ഒരു നാട്ടുരാജ്യത്തിലുള്ള ഒരു കിങ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി പിന്തുടർച്ചാവകാശികൾ ആൺമക്കളില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ മരിച്ചാൽ വേറൊരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയാണ് ഒരു അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഡൽഹൌസി നടപ്പിലാക്കിയത് അങ്ങനെയുള്ളൊരു നിരോധനയാണ് അവർ. ആ നിയമപ്രകാരമുള്ള ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരത്തെയാണ് അവർ ഇല്ലാതാക്കുകയുണ്ടായത്. അതിൻ്റെ ഇതോടെ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു പിന്നീട് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചേർത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് The reason for the revolt of 1857 was the disaffections of India soldiers of the East India Company with the British. അടുത്തൊരു പ്രത്യേകത പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർക്കോടുള്ള ഉണ്ടായിരുന്ന ഒരു അസംതൃപ്തിയായിരുന്നു മറ്റുള്ള കാരണങ്ങൾ. അതായത് അവരോട് കലാപത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത് 1857. Then, although they were capable as the British soldiers, Indian soldiers were paid less and were provided poor food and accommodation. അതായത് ബ്രിട്ടീഷുകളുടെ പടയാളികളോട് അത്ര തന്നെ സമർത്ഥരായിരുന്നു നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ആളുകൾ എന്ന് പറയുന്നത്. അതായത് അവർക്ക് കുറഞ്ഞ വേതനവും കുറച്ച് ഭക്ഷണവും മാത്രം താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. It was this great situation that the company supplied a new type of Enfield guns to the soldiers. അതായത് അവർക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. എന്ത് സാഹചര്യത്തിലായിരുന്നു എൻഫീൽഡ് തോക്കുകൾ എന്ന് പറയുന്ന സൈനികർക്ക് വിതരണം ചെയ്തത്. Its cartridge has a greased paper cover. The cover has to be bitten off to use the gun. It was rumors among the soldiers that these covers were similar to the type of grease made from the cow and pig fat, which is offensive to their religion's beliefs. Mangal Pandey, a soldier at Barakpur, was the first to protest against this. Mangal Pandey was പറയുന്നത് അവരുടെ ഈ കവറിൽ പുരട്ടിയിട്ടുള്ളത് ഈ പശുവിൻ്റെയും അതുപോലെ തന്നെ പന്നിയുടെയും ഒക്കെ കൊഴുപ്പാണെന്നുള്ള ഒരു പ്രചാരണം റൂമർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചെയ്ത് ആ സൈനികർക്കിടയിലുള്ള ഒരു മതവിശ്വാസത്തെയാണ് അവർ വ്രണപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെ തുടർന്ന് ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് ആരായിരുന്നു? മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോരാടിയിട്ടുള്ളത്, പ്രതിഷേധിച്ചത്. മംഗൾ പാണ്ഡെ വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ഓൺ 8 April 1857 for assaulting a British soldiers forced to load his gun. അതായത് മംഗൾ പാണ്ഡെയെ നിർബന്ധിച്ച് വെടിയുണ്ട നിറക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചിട്ടുള്ള ബ്രിട്ടീഷിൻ്റെ ഒരു സൈന്യത്തെ ആക്രമിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് മംഗൾ പാണ്ഡെയെ അവർ തൂക്കിലേറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത്. The rebellion of 1857 started in Meerut, Uttar Pradesh after the assassinations of Mangal Panda. Indian soldiers came to Delhi and proclaimed the Mughal ruler Bahadur Shah II as the Empire of India. അതായത് ഈ കലാപം ആരംഭിച്ചത് തുടർന്ന് എവിടെയൊക്കെയായിരുന്നു? ഉത്തർപ്രദേശിലെ മീററ്റ്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് അതായത് ഈ മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് ഇന്ത്യക്കാരായിട്ടുള്ള മിലിറ്ററി ആളുകൾ ഡൽഹിയിലെത്തിയിട്ട് അവരുടെ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻഡ് ആണെന്നും ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരെ പ്രഖ്യാപിക്കുക, എംപയർ ഓഫ് ഇന്ത്യ ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പാർട്ട് ഫ്രം ദ സോൾജേഴ്സ്, റൂളേഴ്സ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഹു ഹാഡ് ലോസ്റ്റ് ദെയർ പവർ, peasants and other princely peoples participates in the rebellion many parts of North India.
നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും മറ്റുള്ള ജനവിഭാഗക്കാരും ഒക്കെ എന്താണ് ഈ കലാപത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. വിത്തിൻ ദ മന്ത് ഓഫ് ബ്രിട്ടീഷ് സപ്രസ് ദ റെബല്യൻ എവ്രിവർ. അതായത് മാസങ്ങൾ കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ എല്ലായിടത്തുണ്ടായിട്ടുള്ള ഈ ലഹളകളെല്ലാം അടിച്ചമർത്തി എന്നാണ് പറയുന്നത്. മെനി പീപ്പിൾ ഇൻ ഇന്ത്യ were shot died, many were canoed to die, thousands were allayed and hanged upside down the branches of tree. Out of 1.5 lakhs were rioters, out along 1 lakh were civilians. The unity of different sections of peoples of India was resistant strongly brutal oppression of the British. Even where there is no rioters, insurgents and the support of the common people, the real strength of the rebellion was Hindu-Muslim unity. അതായത് നിരവധി ആളുകൾ മരണപ്പെടുകയും അതുപോലെ തന്നെ പീരങ്കി ഇരയാകുകയും അതുപോലെ തന്നെ മരക്കൊമ്പുകളിലൊക്കെ ജീവനോടെ തന്നെ തല കീഴായി കെട്ടി തൂക്കുകയും അങ്ങനെ ഒരുപാട് 1.5 ലക്ഷത്തിലധികം പേരൊക്കെ മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ നമ്മൾ ഇന്ത്യക്കാർ വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഈ കലാപത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി, അവരുടെ ഐക്യമായിരുന്നു. Did you read the story of conversing many partitions like this though against the British? Let's get know some of them. അതായത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു കൺവേഴ്സിങ്ങിൻ്റെ ആ കഥയെക്കുറിച്ച്. അതുപോലെ തന്നെ ഒരുപാട് ദേശസ്നേഹികൾ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. ഇനി അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അതായത് വെന്യൂ ഓഫ് ദ റെബല്യൻ, കലാപം നടന്നിട്ടുള്ള സ്ഥലങ്ങളെ കൊടുത്തിട്ടുണ്ട്. പീപ്പിൾസ് ദാറ്റ് ഹു ലെഡ് ടു റെബല്യൻ, അതായത് ഇത് നേതൃത്വം വഹിച്ചിട്ടുള്ള ആളുകളെയും കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡും അതുപോലെ തന്നെ ജനറൽ ബക്തഖാൻ എന്ന് പറയുന്ന വ്യക്തികളുമാണ്. അവരുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ എന്തായിരുന്നു, ദ റെബല്യൻ ഡിക്ലയർഡ് ഹിം ആസ് ദ എംപയർ ഓഫ് ഇന്ത്യ. ആഫ്റ്റർ ദ റെവല്യൂഷൻ ബ്രിട്ടീഷ് എക്സ്ക്ലൈഡ് ഹിം ടു റാഗൂൺ. അതായത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ വിപ്ലവാനന്ത ബ്രിട്ടീഷുകാർക്ക് റാഗൂണിലേക്ക് നാട് കടത്തുകയുമാണ് ഉണ്ടായത്. ദെൻ ജനറൽ, അതായത് ബാഗ്താർ ജനറൽ എന്ന് പറയുന്ന വ്യക്തി മിലിറ്ററി ജനറൽ ഓഫ് ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ സൈനികത്തിൻ്റെ ഒരു ജനറൽ ആയിരുന്നു. ദെൻ അടുത്തത് ഝാൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റാണി ലക്ഷ്മിബായി ആയിരുന്നു അത് നയിച്ചത്. റൂളർ ഓഫ് ഝാൻസിയിലെ റൂളർ ആയിരുന്നു അദ്ദേഹം. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. നാനാ സാഹിബ് റൂളർ ഓഫ് മറാത്തയായിരുന്നു. താന്തിയ തോപ്പി നാനാ സാഹിബ്സ് ആർമി ചീഫ് ആൻഡ് പ്രാക്ടീസ് ഗറില്ല വെൽഫെയർ. അതായത് നാനാ സാഹിബിൻ്റെ സൈനിക തലവനും അതുപോലെ തന്നെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചിട്ടുള്ള വ്യക്തിയുമായിരുന്നു താന്തിയ തോപ്പി. ഇനി ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അവർ റൂളർ ഓഫ് ഓദ്, അതായത് ഓദിലെ റൂളർ ആയിരുന്നു. അതുപോലെ തന്നെ അറായിൻ ബിഹാരി കൻവർ സിംഗ് ആയിരുന്നു. ഫാമർ ലോർഡ് ഓഫ് ആരായിരുന്നു, ജംഷഡ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. ദെൻ അടുത്തത് പറയുന്നതാണ് ദ റെബല്യൻ ഓഫ് 1857 ഹാഡ് സർട്ടൻ ലിമിറ്റേഷൻസ്. അതായത് ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് ഈ 1857 നടന്നിട്ടുള്ള ഈ റെബല്യൻ എന്ന് പറയുന്നതിന്. എന്തൊക്കെയാണ് പരിമിതികൾ എന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പോയിൻറ്റ്സ്. ദെൻ ദ റെബല്യൻ വാസ് കൺഫൈൻഡ് ടു എ ഫ്യൂ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഈ കലാപം ഒതുങ്ങുകയുണ്ടായി. The rebellion had no organized leadership. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. The company army had a more improvised military and organizational skills than the mercenaries. അതായത് കലാപത്തിൻ്റെ കമ്പനി ആളുകൾക്ക് ഒരുപാട് സംഘത്തിൻ്റെ ഒരു മെച്ചപ്പെടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു നമ്മളെക്കാൾ വലുത് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് ദ മിഡിൽ ക്ലാസ് ഓഫ് ദ ഇന്ത്യ ജനറലി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റെബല്യൻ. അതായത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ പൊതുവെ മധ്യവർഗ്ഗക്കാരൊന്നും ഈ കലാപത്തെ അനുകൂലിച്ചിരുന്നില്ല. ആൻഡ് എ സെക്ഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് അബ്സേർഡ് ഫ്രം ദ റെബല്യൻ. അതുപോലെ തന്നെ ചില നാട്ടുരാജ്യങ്ങൾ ഈ വിഭാഗത്തിൽ നിന്ന് കലാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. And though a revolt of 1857 was suppressed by the British, it had a significant impact on the later Indian history. അപ്പോൾ അതായത് ഈ റെബല്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയെങ്കിലും ഇത് പിൽക്കാലങ്ങളിൽ വന്നിട്ടുള്ള ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾഡ് ഇന്ത്യ എൻറ്റർ. അതായത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ്
ബ്രിട്ടീഷ് കിങ്. അതായത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാരുടെ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ആൻഡ് ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ റീപ്ലേസ്ഡ് ബൈ ദ വൈസ്രോയി. അതായത് ഗവർണർ ജനറലിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വരികയുണ്ടായി. ഇൻസ്പയർഡ് ഇന്ത്യാസ് ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള അതിനുശേഷമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി എന്നാണ് പറയുന്നത്. then അടുത്തതാണ് ഫോറിനേഴ്സ് ഹു കെയിം ഫോർ എ ട്രേഡ് ഗെയിൻ ദ പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ. അതായത് കച്ചവടത്തിന് വന്നിട്ടുള്ള വിദേശികൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനൊക്കെ ആധിപത്യം നേടിയെടുത്തു. ദ സബ്സിക്വൻറ്റ് നാഷണൽ സ്ട്രഗിൾസ് വർ ഫുള്ളഡ് വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് മൂവ്മെൻറ്റ്. അതായത് ഇതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിലും അതായത് വിവിധ പ്രദേശങ്ങളിലും ജനവിഭാഗം നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ് അതായത് റെസിസ്റ്റൻസും മുന്നേറ്റങ്ങളും തുടർന്നുള്ള ദേശീയ സമരങ്ങളുമാണ് ഊർജം നൽകിയിട്ടുള്ളത്. മൂവ്മെൻറ്റ്സ് ആൻഡ് പീപ്പിൾ ഓഫ് വേരിയസ് റീജിയൻസ് ഇന്ത്യാസ് അഗെയിൻസ്റ്റ് ദിസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പാഠം എന്ന് പറയുന്നത്. വളരെയധികം വലിയൊരു പാഠമായിരുന്നു. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത് പഠിച്ചു തീർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം പഠിച്ചാലൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഓരോ പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിരുത്തി വായിക്കാം. അതായത് പേരുകൾ, അതുപോലെ തന്നെ ഡച്ചുകാരുടെ എന്താണ് പ്രത്യേകതകൾ, പോർച്ചുഗീസുകാരുടെ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ, അവരുടെ റെബല്യൻസ്, ഒരുപാട് റെബല്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ സവിശേഷതകൾ, ലാൻഡ് റവന്യൂ സിസ്റ്റം, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി അത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ 2-3 വട്ടം ഇതൊക്കെ കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. സോഷ്യൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ആൻഡ് ആൻസർ തന്നെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ കൂടുതലായിട്ട് പറയാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് നമ്മൾ നോട്ട്സ് ചെയ്യുള്ളൂ. കാരണം സോഷ്യലിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് നോട്ട്സിനുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പഠിക്കുക. കാരണം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ 8ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മലയാളം, അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, സോഷ്യൽ, അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ അതൊക്കെ ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.